ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക്. ഇപ്പം 9th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ കുട്ടികൾ പ്രശ്നമാണ്. ചിലവർ 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഉൾപ്പെടെ മറ്റേത് പ്രശ്നങ്ങളാണ്. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് ആൺകുട്ടികളെ കൊണ്ടായിരുന്നു കൂടുതലും. പെൺകുട്ടികൾ പൊതുവേ അടക്കമൊതുക്കുമായിട്ടൊക്കെ വീടുകളിൽ കഴിയുമായിരുന്നു. ഇപ്പോൾ അതും മാറി തുടങ്ങിയിരിക്കുകയാണ്. പെൺകുട്ടികളെ കൊണ്ട് സമാധാനമില്ല, അസ്വസ്ഥതയാണ്, ബ്യൂട്ടി ബഹളമാണ്, പണം ചോദിക്കുക, കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, വഴക്കുണ്ടാക്കുക. ഇങ്ങനെ ഭാരപ്പെടുന്ന ഒരു തലമുറ മാതാപിതാക്കൾക്ക് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലും അതിൽ 7-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, യേശു നമ്മൾ പാപികളായിരുന്നിട്ട് പോലും യേശു നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മൾ പാപികളാണ്. യേശു നോക്കുമ്പോൾ നമ്മളെ തൊടാൻ പോലും നമുക്ക് യോഗ്യതയില്ല. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പാപത്തിൽപ്പെട്ടവരാണ്. ദൈവത്തെ ആരാധിച്ചിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. ആ തരത്തിലെല്ലാം നമ്മൾ തിന്മയിൽ ജീവിച്ചവരാണ്. എന്നിട്ടും യേശു നമ്മളെ വീണ്ടെടുക്കാൻ കടന്നു വന്നു എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. അത് എന്തിനാണ് അപ്രകാരം യേശു കടന്നു വന്ന് ഇപ്രകാരം ചെയ്തത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് അറിയണം. അത് ആ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങളൊന്ന്. എന്താണ് ആ വചനത്തിൽ പറയുന്നത് നോക്കിയേ. അതായത് യേശു ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്, തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായിട്ട് യേശു എന്ത് ചെയ്തു? നമ്മളെ ഓരോരുത്തവരെയും വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ആരുടെ മഹത്വത്തിനായിട്ടാണ്? യേശു ആരുടെ മഹത്വത്തിനായിട്ടാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഓരോരുത്തവരെയും യേശു വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിച്ചു. അത് റോമർ 15-7 ഒന്ന് വായിക്കാം നമുക്കൊന്ന്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം. ഈ കേട്ട വചനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമുക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ജീവിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധന, 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 ആരാധന. യേശുവെ സ്തുതിക്കുന്നു. ആ വചനം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? ഹാളിലിരിക്കുന്ന എല്ലാവരും ഒന്ന് വായിക്കാമോ? ബൈബിളിൽ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം ഒന്ന് വായിച്ചേ. നമ്മളെ ക്രിസ്തു സ്വീകരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ സത്യമായും നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളുടെ വഴിതെറ്റി നടക്കുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ദൈവത്തെ തെറി വിളിക്കുന്നവരാവാം, യേശുവിനെ കുറ്റം പറയുന്നവരാവാം, ബൈബിളിനെ വിമർശിക്കുന്നവരാണെങ്കിലും, ഇനി ബൈബിൾ പ്രസംഗിക്കുന്നവരെ എതിർക്കുന്നവരാണെങ്കിലും, നമ്മളെ ദൈവം സ്വീകരിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക്, പ്രയർ ഗ്രൂപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളും അതിനായി തയ്യാറാകേണ്ടതാണ്. കാരണം യേശു നമ്മളെ പിതാവിൻ്റെ മഹത്വത്തിന് സ്വീകരിച്ചുവെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങൾക്ക് കഴിയും. യേശു ക്രിസ്തു അവരെ സ്വീകരിക്കും. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. യേശു ക്രിസ്തു അവരെ സ്വീകരിക്കും. ഇതാണ് നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ടത്. യേശു ഞങ്ങളെ സ്വീകരിച്ചുവെങ്കിൽ ഞങ്ങളുടെ മക്കളെയും യേശു സ്വീകരിക്കും, അവരെ തള്ളിക്കളയുകയില്ല. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. നമുക്കെന്നാ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ കർത്താവിൻ്റെ കൂടെ അഭിഷേകത്തിൽ നിൽക്കുന്നവരാണ്. ഒരിക്കൽ ഒരു സഹോദരിയോട് ചോദിച്ചു, നിനക്കിപ്പോൾ ആ പഴയ കണക്കുള്ള ആദ്യ സ്നേഹം, ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ മരിക്കണം അതെന്നിൽ നിന്ന് പോകണമെങ്കിൽ. ഞാൻ മരിക്കണം, എന്നിൽ നിന്ന് പോകണമെങ്കിൽ അത് മരിക്കണം. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവളായിരിക്കുന്ന വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലി ലഭിച്ചു. അപ്പോഴും ഞാൻ ചോദിച്ചു, നിനക്കിപ്പോൾ പുതിയ ജോലി ലഭിച്ചിട്ടുണ്ട്, ഇനി പറ
നീ അന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി പടച്ചുകൊണ്ട് നീ സംസാരിച്ചല്ലോ, ഇനിയും അത് നിന്നിൽ കാണുമോ? അവൾ പറഞ്ഞ് എവിടെ ജോലിക്ക് പോയാലും ശരി അത് കാണും എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഞാൻ അവളെ വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞു, ആദ്യ സ്നേഹം ഇപ്പോൾ ഉണ്ടോ? അവൻ പറഞ്ഞു, പോയി ബ്രദറെ എന്ന് പറഞ്ഞു. അത് പോയി. എനിക്ക് തിരിച്ചു വരണം, എനിക്ക് പ്രാർത്ഥനയിലേക്ക് വരണം. ബൈബിളിൽ ഒരു വചനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഏത് സമയം വേണമെങ്കിലും ആ ആയിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ ഏത് സമയം വേണമെങ്കിലും നമ്മളിൽ നിന്ന് പോകാം, ശ്രദ്ധയോടുകൂടി നടന്നില്ലെങ്കിൽ. നമ്മൾ കൊറിന്തോസ് 10:12 വാക്യം നമുക്കൊന്നെടുക്കാം. 1 കൊറിന്തോസ് 10 അതിൻ്റെ 12 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ. അതായത് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവർ എല്ലാവരും ദൈവമഹത്വം കണ്ട് ദൈവത്തെ സ്തുതിച്ചവരും ആരാധിച്ചവരാണ്. പക്ഷേ ഈ മരുഭൂമിയിലെത്തി കാടപ്പക്ഷി, മന്ന, വെജിറ്റബിളൊന്നും കിട്ടുന്നില്ല, ഫുൾ ഇത് തന്നെയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജീവിത സുഖത്തിൽ സന്തോഷം കുറഞ്ഞു. ഭക്തിയും പ്രാർത്ഥനയും കർമ്മങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ അവർ പിറുവിറുത്തു. അവരുടെ നിലനിൽപ്പ് അവിടെ തീർന്നു. അതുപോലെ തന്നെ ക്രിസ്തീയ സഭയിൽ പ്രാർത്ഥന അനുഭവത്തിലേക്ക് നിങ്ങൾ ആദ്യം വന്നപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നടക്കുക. മക്കളുടെ OIT പാസ്സാകുന്നു, വസ്തു മേടിച്ചതിൻ്റെ കടം തീരുന്നു, നിങ്ങൾ പറയുന്നു ഇതുപോ ഭയങ്കര അനുഗ്രഹമായി. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മരുഭൂമി വാസം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ സന്തോഷം പങ്കുവെച്ച നിങ്ങൾ പതുക്കെ കൊണ്ട് നിങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങും. ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ പല ഉദാഹരണങ്ങൾ പറയാം. അതായത് നല്ല പ്രാർത്ഥന ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവായി നല്ല സന്തോഷത്തോടുകൂടി വചനം കേൾക്കാൻ മുന്നിൽ വന്ന് നിൽക്കുന്നവർ പലവരും പിന്നിലോട്ട് മാറിയിട്ടുണ്ട്. അതിൽ പിന്നിലോട്ട് മാറിയതിൽ ഒന്ന്, ഞങ്ങൾ വിചാരിച്ച കണക്ക് രോഗശാന്തി കിട്ടിയില്ല. ഒന്ന്, ഞങ്ങൾ വിളിച്ചപ്പോൾ ഫോണെടുക്കാൻ ആരുമില്ല. ഇങ്ങനെ ലൗകിക കാര്യത്തിൻ്റെ പരാതികൾ പറഞ്ഞ് മാറുന്നവരുണ്ട്. രണ്ടാമത്, നേതൃത്വ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട്, അതായത് എല്ലാവരുടെ മുമ്പിലും നേതൃത്വ സ്ഥാനം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് നടക്കാതെ വരുമ്പോൾ മാറുന്നതുണ്ട്. നേതൃത്വ സ്ഥാനമൊക്കെ കൊടുക്കുന്നത് നമ്മളല്ല, അതൊക്കെ കൊടുക്കുന്നത് കർത്താവാണ്. കർത്താവ് എളിമയുള്ളവരെയും വിധേയത്വമുള്ളവരെയൊക്കെ കർത്താവ് വളർത്തും. അത് നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനാണ്? കർത്താവാണത് ചെയ്യുന്നത്. പക്ഷേ അത് വരും, ഗ്രൂപ്പിൽ വരും. അപ്പോൾ എന്നേക്കാൾ താഴെ പുറവേ വന്ന ഒരാൾ ഇപ്പോൾ ദൈവവേല ചെയ്യുന്നു, ഞാൻ കുറേ നാളുകളായി വരുന്നു, എനിക്കൊരു വേലയും തരുന്നില്ല എന്ന് ചിന്തിച്ചാലും ആ പുറകെ വന്ന ആളെ തിരഞ്ഞെടുത്തത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പല്ല. ഒന്ന്, നമുക്ക് അതിൻ്റെ അകത്തൊരു സ്പിരിച്വൽ സ്റ്റാൻഡേർഡുണ്ട്, ഒരു സ്പിരിച്വൽ കൾച്ചറുണ്ട്. അതില്ലാത്ത ഒരാളെ ദൈവം ഇനി എത്ര വർഷമായാലും തിരഞ്ഞെടുക്കത്തില്ല. ആദ്യം ദൈവം നോക്കുന്നത് നിൻ്റെ ക്യാരക്ടറിൽ ആത്മീയതയുണ്ടോ എന്ന് നോക്കും. നീയാകുന്ന രീതിയിൽ തന്നെ നീ ജീവിച്ചുകൊണ്ട്, നീയാകുന്ന രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് എനിക്ക് ലീഡറാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യണമെന്ന് മാന്യമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നടക്കത്തില്ല. കാരണം നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നില്ല. നിൻ്റെ ക്യാരക്ടറിൽ ഇപ്പോഴും പഴയ ആൾ ഇപ്പോഴുമുണ്ട്, പഴയ ക്ഷിപ്രകോപിയുണ്ട്, പഴയ തോന്നിവാസി ഇപ്പോഴും ജീവിക്കുന്നുവെങ്കിൽ എത്ര വർഷമായാലും നിങ്ങളെ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് പോലും തിരഞ്ഞെടുക്കുകയില്ല. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. ഇതാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആമേൻ. യേശുവേ സ്തുതിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. എന്നാൽ അനുതാപവും, ഞാൻ പറഞ്ഞു പോയത്, ഞാൻ ചെയ്തു പോയത്, ഞാൻ ഇങ്ങനെ ക്ഷിപ്രകോപിയായതിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവം, ഇതിലെല്ലാം അനുതാപമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അയാളോട് കരുണ കാണിക്കുകയും തിരഞ്ഞെടുപ്പ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അകത്തൊരു അനുതാപം ഉണ്ടാവണം. ഇനി ചെയ്യത്തില്ലെന്നൊരു തീരുമാനം ഉണ്ടായാൽ അയാളെ ദൈവം മാനിക്കാറുണ്ട്. ഇനി ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, ഇങ്ങനെയുള്ള കാരണത്താൽ ഒക്കെ ദൈവവചനത്തിൽ നിന്ന് അകലുന്നവരുണ്ട്. എന്നാൽ ഇതിനേക്കാൾ കഠോരമായ രീതിയാണ്, ഞാൻ പുതിയ ബന്ധങ്ങൾ ഉണ്ടായി, പുതിയ ബന്ധങ്ങൾ കടന്നു വന്നപ്പോൾ പുതിയ ബന്ധങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പള്ളിയിൽ പോയാൽ മതി, പ്രാർത്ഥനയ്ക്ക് പോകണ്ട എന്ന്. പുതിയ ബന്ധം നിങ്ങൾക്ക് ഭയങ്കര ആദരവും സ്നേഹവും തോന്നിയ ഒരു ബന്ധമാണ്. ആ ബന്ധം പറഞ്ഞു
ഇനി ഇങ്ങനെ കിടന്ന് സ്തുതിപ്പ്, കയ്യടി, പ്രാർത്ഥന ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഇച്ചിച്ചിയാണ്. അത് കാരണം ഇപ്പം അങ്ങനൊന്നും പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് പോകാത്തവർ മിനിസ്ട്രി തങ്ങളുടെ ഫാമിലിക്ക് ഒരു ഭാരമാകും. ഈ മിനിസ്ട്രിയിലൂടെ ഇപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും, ഞങ്ങളുടെ ഫങ്ഷനെ അത് ബാധിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട്. അങ്ങനെയും പ്രെയർ ഗ്രൂപ്പിൽ നിന്ന് മാറുന്നവരുണ്ട്, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് മാറുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവർ ഒരു കാലത്ത് ഇവരെ വഴി നടത്തിയത്, ഒരു കാലത്ത് ഇവർക്ക് രോഗസൗഖ്യം കൊടുത്തത്, ഒരു കാലത്ത് പഠിക്കാൻ ബുദ്ധി കൊടുത്തത്, അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചത് എല്ലാം പുതിയ ബന്ധം വരുമ്പോൾ മറന്നു കളയുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വേര് അവരുടെ അകത്ത് വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടോ? ഇവരൊക്കെല്ലാം ഒരു പുതിയ ബന്ധത്തിൽ തീരാവുന്നതേ ഉള്ളൂ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് കൂട്ടായ്മയിലുള്ള ആരാധന എന്ന് പറയുന്നതൊക്കെ ഒരു പുതിയ ബന്ധത്തിൽ അവർക്ക് വന്ന് ആ ബന്ധത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്നാൽ ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്നവരാണ്. അപ്പോൾ ഇത് യേശു തന്നെ പറയുന്നുണ്ട്, എന്നേക്കാൾ ഉപരി നിങ്ങൾ മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാണ്, എന്നേക്കാൾ ഉപരി പുതിയ ബന്ധങ്ങളെ സ്നേഹിക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങൾ യോഗ്യരല്ല എന്ന് യേശു തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ വചനം ഒന്ന് വായിക്കണം. 1 കൊരിന്തോസ് 10:12 വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൽ പറയുന്നത് നോക്കിയേ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. അഥവാ നമ്മളിപ്പോഴും പ്രാർത്ഥനയിൽ നിൽക്കുന്നുവെങ്കിൽ, അഥവാ ഞാനിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ, അഥവാ നിങ്ങളിപ്പോഴും പ്രാർത്ഥനയിൽ സ്തുതിപ്പിലൊക്കെ പങ്കെടുക്കുന്നു എങ്കിൽ അതെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവ് നമ്മളെ അത്യധികം കൃപയാൽ നിർത്തിയിരിക്കുന്നത് കാരണമാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു പ്രശ്നം പറഞ്ഞ് മാറിപ്പോയിപ്പിക്കാൻ, ചെറിയ ലോകമോഹങ്ങൾ കയറി, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പണക്കാരനാണ്, ഇനി എനിക്ക് എൻ്റെ ഫാമിലിയെക്കാളും വലിയ പണക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ശബ്ദം ഉയർത്തി സ്തുതിക്കാൻ പാടില്ല എന്ന ഒരു ധാരണ പാവപ്പെട്ടവനായിരിക്കുമ്പോൾ തന്നെ കടന്നു വരികയാണെങ്കിൽ, എന്നൊരു ധാരണ പാവപ്പെട്ടവനായിരിക്കുമ്പോൾ തന്നെ അവൻ കടന്നു വരിക. അങ്ങനെ കടന്നു വന്ന് സ്വപ്നലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പുച്ഛമായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി പേരൻസിൽ ഉണ്ടെങ്കിൽ, ആ പേരൻസിൻ്റെ മക്കൾ പിന്നീട്, അല്ലെങ്കിൽ അതിൻ്റെ പിൻതലമുറ പിന്നീട് എങ്ങനെ പോകുമെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിൻ്റെ ജീവിതം എന്താകും, അവരെങ്ങനെയായിരിക്കും. കാരണം ഇവരുടെ ബ്ലഡ് തന്നെ ഈ ലോക ജീവിതത്തിലെ വലിയ കേമമായ സംഭവമാണെന്ന് തങ്ങൾ തന്നെ വർണ്ണിച്ചുകൊണ്ട് ഇവർ ദൈവത്തിൽ നിന്ന് അകലുന്നവരാണ്. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അത് കാരണം ഇന്ന് നമ്മൾ അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ഉറപ്പാണ് അത് കൃപയാലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പറയാൻ ഒരുപാട് മഹിമകളുണ്ട് ഈ ലോകത്തിൽ. നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റാരും ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നുണ്ട്, മറ്റാരും കാണാത്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മറ്റാരും അനുഭവിക്കാത്തത് ദൈവം നമുക്ക് തരുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പൊങ്ങച്ചം പറയാൻ ഇഷ്ടം പോലുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ കൃപയാലാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത്? അല്ലെ എപ്പോഴേ നമ്മളെല്ലാം തറയിൽ പോകുന്നതിനെ. അതുകൊണ്ട് നമ്മൾ വീഴാതിരിക്കുന്നത് എന്ത് കാരണമാണ് പറഞ്ഞേ? കൃപയാല. അല്ലെങ്കിൽ നമ്മൾ വീഴത്തില്ലയോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നീ നോക്കിക്കോളാൻ. സാഹചര്യങ്ങൾ നിന്നെ വീഴ്ത്തും. പ്രയർ ഗ്രൂപ്പുകൾ ആയിട്ട് ചിലപ്പോൾ ഒന്ന് സംസാരിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നിനക്ക് വീഴാം. നീ പറയാം ഇനി ഞാൻ വരുന്നില്ല, എല്ലാത്തിൽ നിന്ന് ലെഫ്റ്റ് ആവാം. ഒരു നിമിഷം മതി, ഒറ്റ നിമിഷം മതി ആ ഒരു തോന്നലുണ്ടാവാൻ. നിനക്ക് വീഴാം. പിന്നെ പഴയ കണക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു നിമിഷമാണ്. അതായത് ശക്തനാണെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. ആരൊക്കെ മനുഷ്യനെ എത്തി നോക്കിയിട്ടുണ്ടോ അവരെല്ലാം വീണിട്ടുണ്ട്. ആരെല്ലാം മനുഷ്യൻ എങ്ങനെയോ പോട്ട് ഞാൻ ദൈവത്തെ നോക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നിലനിന്നിട്ടുണ്ട്. അവിടെയാണ് കൃപ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ വീണുപോയി, കൃപ എന്നിൽ നിന്ന് പോയോണ്ട് അതുകൊണ്ട് ഞാനല്ല കുറ്റക്കാരൻ. നോ, നീ മനുഷ്യനെ നോക്കിയപ്പോഴാണ് കൃപ നിന്നിൽ വർക്ക് ചെയ്യാഞ്ഞത്. നീ ദൈവത്തെ നോക്കിയിരുന്നെങ്കിൽ കൃപ നിന്നിൽ വർക്ക് ചെയ്തേനെ. ഞങ്ങൾ നോക്കുന്നത് ദൈവത്തെയാണ്. ഹല്ലേലൂയ. പേഴ്സണലി എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഒരു മനുഷ്യനെ നോക്കാറില്ല, നോക്കുന്നത് മൊത്തം ദൈവത്തെ നോക്കും. അതുകൊണ്ട് എനിക്ക് അനേകം പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അത് മുഖം നോക്കാതെ സഹായിക്കുവാൻ, അവരെ പിടിച്ചു നിർത്താൻ എനിക്ക് വ്യക്തമായി സാധിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം നോക്കുന്നത് കാരണമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പോലും വീഴാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, വഴിതെറ്റിയ മക്കളോട് ക്രൂരത കാണിക്കാതെ കോപത്തോടെ, അല്ലെങ്കിൽ അവരെ നശിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ അവർ മരിച്ചു പോയാൽ മതി എന്ന് പ്രാകാതെ നമ്മൾ തന്നെ നിലനിൽക്കുന്നതേ ഇന്ന് വീഴും നാളെ വീഴും എന്നുള്ള അവസ്ഥയില്ല. ദൈവത്തെ മാത്രം നോക്കി ജീവിക്കുന്നത് കാരണമാണ് കൃപ ശക്തമായി നിങ്ങളിൽ തുടരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തന്നെ കർത്താവിൻ്റെ കൃപ താങ്ങി നിൽക്കുന്നത് കാരണമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, വീണുപോയ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എത്രയധികം കരുണ കാണിക്കണം, പ്രാക്ക് നിർത്തുക. ഹല്ലേലൂയ. അവരെ പ്രാകുന്നത്, അവരെ ശപിക്കുന്നത്, നീ മുടിഞ്ഞു പോകും എന്ന് പറയുന്ന നിങ്ങളുടെ വാക്കുകൾ സ്റ്റോപ്പ് ചെയ്യുക. ഹല്ലേലൂയ. നിനക്കങ്ങനെ പറയാൻ പറ്റുന്നത് നീ വീഴാതെ നിൽക്കുന്നത് കൊണ്ടാണ്. നീ മറ്റൊരാളെ ഇങ്ങനെ കിടന്ന് വിധിക്കുന്നതിൻ്റെ കാരണം നീ ഇപ്പോൾ വീഴാതെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ്. അത് കാരണമാണ് നീ നിൻ്റെ മക്കളെ പ്രാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നീ ഇപ്പോൾ നിൽക്കുന്നത് കൃപയാൽ മാത്രമാണ്, അല്ലെങ്കിൽ നീ തറയെ വീഴും. ഹല്ലേലൂയ. ഇതുകൊണ്ട് നമുക്ക് ഒന്ന് കണ്ണുകളടച്ച് നമുക്കത് പ്രാർത്ഥിക്കാം. ദൈവമേ, മറ്റൊരാളെ പ്രാകാൻ പോലും എനിക്ക് യോഗ്യതയില്ല, മറ്റൊരാളെ പ്രാകുന്നതിന് പോലും എനിക്ക് സാധിക്കത്തില്ല. ഞാൻ തന്നെ നിൽക്കുന്നത് അവിടുത്തെ കരുണയാലാണ്, ഞാൻ തന്നെ നിൽക്കുന്നത് അവിടുത്തെ ദയയാലാണ്. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച്, ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച്. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പറയുകയാണ്, ബ്രദറെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇന്നലെ രാത്രിയിൽ അവൻ എന്നെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല, അത്രയ്ക്ക് തെറിവിളിയായിരുന്നു, അവൻ ബെഡിലെല്ലാം വെള്ളം കോരി ഒഴിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാനായിട്ടുണ്ട്. രാവിലെ വരെയും തെറി വിളിച്ചു. അവൻ വെളുപ്പാക്കാലമായപ്പം അവൻ കിടന്നുറങ്ങി. ആ സമയത്ത് ഇച്ചിരി കണ്ണടച്ചത്. അവൻ വന്ന് എൻ്റെ ദേഹത്ത് ചവിട്ടുമോ ഇടിക്കുമോ എന്നുള്ള പേടി എൻ്റെ ജീവിതത്തിലുള്ളത് കാരണം ഞാൻ കൂടെ കണ്ണു തുറന്ന് നോക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അമ്മമാർ കുറേ വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കുറേ വർഷത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ ആയത്. എത്രയോ പേരുണ്ടെന്നറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു അമ്മ പറഞ്ഞത്, ഇന്നലെ അവൻ എന്നെ വെട്ടാൻ വെട്ടുകത്തിയെടുത്തു. അങ്ങനെ അവൻ എന്നെ വെട്ടി, ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ അത് കട്ടളപ്പടിയിൽ ചെന്ന് കൊണ്ട് കട്ടളപ്പടിയിൽ അത് കൊണ്ട് കയറിയ വെട്ടുകത്തി അവൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഓടി അയൽവക്കത്തെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയൽവക്കത്തെ വീട്ടുകാർ പറഞ്ഞു, ഇവിടെ കയറല്ലേ, ഞങ്ങളെയും കൂടെ അവൻ വെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഓടി ഈ കപ്പക്കാട്ടിൽ, ചീനി കപ്പ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു ഒരമ്മ. ഇഷ്ടം പോലെ സ്വത്തുണ്ട്. ഈ അമ്മ ആ കപ്പയുള്ള അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് മൊബൈലിൽ ജീസസ് വിഷനെ കണക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു. വളരെ നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവം കേട്ടോ. ആ അമ്മ ഇപ്പം മരിച്ചുപോയി കാണും. വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾക്ക് അനാഥാലയം വല്ലതും നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനുണ്ടോ, എന്നെ ഒന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവൻ എന്നെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, സിസ്റ്റർ അനാഥാലയം ഇല്ല, ഞാൻ പോട്ടാ ഡിവൈൻ അങ്ങനെയുള്ള അവിടെയൊക്കെ ഫോൺ നമ്പർ തരാം, ഒന്ന് വിളിച്ച് ചോദ്യം എന്ന് പറഞ്ഞു. അവരിപ്പോൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വളരെ നാളുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ രീതിയിൽ ഭാരമേറിയ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഒരിടത്ത് കണ്ടതാണ്, മരുമോളും മോനും ഒരുപോലെ പീഡിപ്പിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. ഒരുപോലെ എന്ത് കാരണമായിക്കോട്ടെ രണ്ടുപേരെ പീഡിപ്പിക്കുകയാണ്. കാരണം ചിലപ്പം മാതാപിതാക്കളുടെ ആയിരിക്കാം, ചിലപ്പം മക്കളുടെ ആയിരിക്കാം, നമുക്ക് കാരണം അറിയില്ല. പക്ഷെ ഞങ്ങൾ പിന്നീട് അവിടെ പോയി അന്വേഷിച്ചു. മക്കളെ രണ്ടുപേരെയും വിളിച്ചു വെച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ദൈവവചനത്തോട് താല്പര്യമില്ല. അവർക്ക് സുവിശേഷം വരെ ഇഷ്ടമല്ല, അച്ഛന്മാരെയോ പാസ്റ്റേഴ്സിനെയോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. രണ്ടുപേർക്കും ഇഷ്ടമല്ല. രണ്ടുപേരും രാവിലെ പോവും, വൈകുന്നേരം വരും, എന്നും വഴക്ക് ബഹളവും. അവർ തമ്മിലും വഴക്കാം,
ഈ മാതാപിതാക്കളോടും വഴക്കാണ്. അങ്ങനെ ആ വീട്ടിൽ കയറിയ മൊത്തവും രാത്രി മൊത്തവും വഴക്കും ബഹളവും ഒച്ചപ്പാടുകളും ഉള്ളു. ഇതിൻ്റെ ഇടയിൽ വയസ്സായ 2 മാതാപിതാക്കളും ഇവരും ഏതാണ്ടൊക്കെയോ പറയും. അങ്ങനെ ആ വീട്ടിൽ അയൽവക്കക്കാർ പറയുന്നത് വീട്ടിൽ മൊത്തവും വഴക്കാ ബ്രദർ എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാം. അതിൽ ചിലതൊക്കെ കൊലപാതകത്തിൽ കിടക്കുന്നു, ചിലതൊക്കെ അടിപിടിയാകുന്നു, ചിലതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു, പത്രങ്ങളിൽ വരുന്നു, അപ്പോൾ നമ്മളൊക്കെ വായിക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടെ നമ്മളോട് ദൈവം പറയുന്നത്, പ്രത്യേകിച്ച് ആരാധിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോറി കേൾക്കുമ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, ദൈവമേ ഇത് എൻ്റെ കുടുംബത്തിൽ നടക്കാത്തതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, എൻ്റെ കുടുംബം ഇങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും എന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഒരു ദൈവം അയക്കാത്ത, ദൈവം തരാത്ത, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാത്ത ഒരു മരുമോനോ മരുമോളോ ആണ് വരുന്നതെങ്കിൽ, മരുമോളായാലും മരുമോനായാലും വരുന്നതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമാധാനം തീരാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോഴത്തെ തീരാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ വ്യവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അത് ദൈവം തരുന്നവരുണ്ട്, ദൈവം നമുക്ക് ദാനമായി തരുന്ന മക്കളുണ്ട്, പെൺമക്കളുമുണ്ട് ആൺമക്കളുമുണ്ട്. അവരൊരു കംപ്ലൈൻറ്റും നമുക്കുണ്ടാക്കത്തില്ല. പക്ഷെ ദൈവം തരാത്ത, സാത്താൻ അയക്കപ്പെടുന്ന ആൾക്കാർ, ഒരാൾ വീട്ടിൽ വന്നാൽ മതി, ചിലപ്പോൾ സ്വസ്ഥത മൊത്തം, ഒരു പെൺകുട്ടി വന്നാൽ മതി, സ്വസ്ഥത മൊത്തം, നിങ്ങളുടെ വീട്ടിലെ സ്വസ്ഥത മൊത്തം ഈ പെൺകുട്ടി വന്ന് നശിപ്പിച്ച് കളയും. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. അല്ലെങ്കിൽ ഒരു മോൻ വന്നാൽ മതി, ആ മോൻ വന്ന് നശിപ്പിച്ച് കളയും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്നതാണ്, ഇത് സംഭവിക്കുന്നതാണ്, ലോകത്ത് പലയിടത്തായിട്ട് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർ അതിൽ അഭിമാനിക്കാൻ പറ്റത്തില്ല. എനിക്കും പറ്റത്തില്ല, നിങ്ങൾക്കും പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയല്ലേ? ശരിയാണോ? ഈ പിന്നെ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അത് കാരണം ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവം ഇതാണ് ലോകമെന്ന് യേശുവിനറിയാം. അത് കാരണം യേശു ഒരു കാര്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയം ഈ ലോകത്തിലുണ്ട്, ഇങ്ങനെയുള്ള സ്പിരിറ്റുകൾ ഈ ലോകത്തിലുണ്ട്. അത് കാരണം യേശു ക്രിസ്തു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1 കൊരിന്തോസ് 10:13 വാക്യം ഒന്ന് വായിക്കാമോ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടം വരുത്താൻ സാത്താൻ പ്ലാൻ ചെയ്താൽ ആരാധിക്കുന്ന പേരൻസിനോട് ഞാൻ പറയുക, ദൈവം തടയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേസമയം മനുഷ്യൻ്റെ പുകഴ്ച കണ്ടിട്ട് ആരാധന ഇട്ടിട്ട് പോകുന്ന മാതാപിതാക്കളോടല്ല ഞാനിത് പറയുന്നത്. നീ ആരാധന ഇട്ടിട്ട് പോകുന്നത് ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല, അത് നിൻ്റെ ജന്മന നിൻ്റെ അകത്ത് ഒളിച്ചു കിടന്ന ഒരു സംഭവം. അത് ജന്മന ഉണ്ടത്, പക്ഷെ പുറത്ത് അറിയപ്പെടാതിരുന്നതാണ്. എല്ലാവരും ആരാധനയ്ക്ക് പോകുന്നു, ഞാനും പോയി. പക്ഷെ ഒരു സാഹചര്യം വന്നപ്പം നീ മിനിസ്ട്രി അല്ലെങ്കിൽ ആരാധന ഇട്ടിട്ട് പോകാൻ തോന്നിയില്ലേ? ആ തോന്നിയതാണ് യഥാർത്ഥ നീ. അത് നിന്നിൽ കുഞ്ഞിലെ മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരല്ല ഞാൻ പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് എന്താ പറയുന്നത്? ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാത്താൻ പ്ലാൻ ചെയ്യുന്ന വൻ കഷ്ടതകൾ കുടുംബത്തിലേക്ക് വരാൻ സാത്താൻ പദ്ധതി തയ്യാറാക്കി, അതിനുള്ള ആളെ റെഡിയാക്കി, അതിനുള്ള കുടുംബങ്ങളെ റെഡിയാക്കി, എല്ലാ സാഹചര്യങ്ങളും റെഡിയാക്കി നിനക്ക് അസ്വസ്ഥത, നിൻ്റെ രാത്രിത്തെയും പകലത്തെയും ഉറക്കം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അസ്വസ്ഥത അവൻ ഒരുക്കി, അതിനുള്ള ആളെപ്പോലും അവൻ റെഡിയാക്കി വെക്കുമ്പോൾ നിൻ്റെ ഒരൊറ്റ ആരാധനയിൽ ആ പദ്ധതി പൊളിയും. ഒറ്റ സ്തുതിപ്പിൽ ആ പദ്ധതി പൊളിയും. കാരണം ദൈവം നോക്കുമ്പോൾ കാണാം നീ ആരാധിക്കുന്ന വ്യക്തിയാണ്. അത് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുവാണ്, നിങ്ങൾക്ക് താങ്ങാൻ അപ്പുറമായ ഒന്നും കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകുന്ന ഒന്നും അനുവദിക്കത്തില്ല. നിങ്ങളെ തകർക്കാൻ സാത്താൻ പ്ലാൻ ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പാകാൻ ദൈവം അനുവദിക്കത്തില്ല.
നിങ്ങളുടെ വിശ്വാസ പരിശോധനയ്ക്കായി അല്പം മാത്രം ദൈവം ഒന്ന് കണ്ണടയ്ക്കും. പക്ഷേ നിങ്ങൾ മിടുക്കരായത് കാരണം നിങ്ങൾ ആരാധിച്ച് അതിനെ കീഴടക്കാം. നിങ്ങൾ മിടുക്കരായത് കാരണം നിങ്ങൾ വിശ്വാസത്തിൻ്റെ തീയാൽ നിങ്ങൾ അതിനെ ചുട്ടുകത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയുള്ളവരല്ലേ? ആരാധനയിൽ നിങ്ങൾ തകർത്ത് കളയത്തില്ലേ? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കണ്ണുനീർ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൂരെ കളയത്തില്ലേ? നിങ്ങൾ വേറെ ആരെയും കൈ നീട്ടണ്ട. അയ്യോ ഒന്ന് പ്രാർത്ഥിരും ഒന്നും വേണ്ട. നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും. അത് ഒന്ന് സ്തുതിക്കാം നമുക്ക് ദൈവത്തെ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ആരാധന. അപ്പൊ താങ്ങാൻ കഴിയുന്നതിനപ്പുറമായി നിനക്ക് നൽകുകയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായി നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്നകന്ന് വളരെ മോശമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ മക്കൾ പോകുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ ഒരിക്കലും പറ്റാത്ത വിഷയം അവർ പ്ലാൻ ചെയ്യുക. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ട തറയെ വീഴും. ആ രീതിയിലൊരു വിഷയം അവർ പ്ലാൻ ചെയ്താൽ ദൈവം അത് തകർക്കും. കാരണം നീ ആരാധിക്കുന്നുണ്ട്. അവരുടെ പ്ലാൻ വിജയിക്കത്തില്ല. യേശുവേ ആരാധന. ഇതൊക്കെ വെറുതെ ചുമ്മാ പ്രോത്സാഹനത്തിന് വേണ്ടി പറയുന്നതൊന്നുമല്ല. ഇതെല്ലാം ഒത്തിരി പേരുടെ ജീവിതം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ദൈവം തകർക്കുന്നത്, ഒത്തിരി പേരെ രക്ഷിക്കുന്നത് ഞങ്ങൾ ലൈവായി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവം ഇടപെടും. ആരാധിക്കുന്ന ഒരാൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഇടപെടാം. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു. അതുകൊണ്ട് മടങ്ങി വരുന്ന നിങ്ങളുടെ മക്കൾ പറയുകയാണ്, എനിക്ക് വഴി തെറ്റി ഞാൻ നടന്നു, ഞാൻ തിന്മയിൽ ജീവിച്ചു, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി, എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എൻ്റെ ഫാദർ പ്രാർത്ഥനയ്ക്ക് പോകുന്നിടത്തേക്ക് എനിക്ക് പോകണം, അല്ല എൻ്റെ മദർ പോകുന്നിടത്തേക്ക് എനിക്ക് പോകണം എന്ന് നിങ്ങളുടെ മക്കൾ പറഞ്ഞാൽ നിങ്ങൾ പറയരുത്, നീ പാവിയാണ്, നിനക്ക് ആ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കടന്നു വരാൻ യോഗ്യതയൊന്നും നിനക്കില്ല എന്ന് നിങ്ങൾ പറയരുത്. അത് ദൈവം ഒരുപാട് നാളുകളുടെ കഷ്ടപ്പാടിന് ശേഷം ദൈവത്തിൻ്റെ കൃപ അവനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്കെതിരെ അവനിലോടോ അവളോടോ ഒന്നും സംസാരിച്ചു പോകരുത്. അവരങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ അവരിൽ വ്യാപരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയോ നാളത്തെ നിൻ്റെ പ്രാർത്ഥന, എത്രയോ നാളത്തെ നിൻ്റെ കരച്ചിലാണ് ഇതിന് കാരണമായതെന്നറിയാമോ? സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്ങാനാവാത്ത ചുമട് വെച്ച് തരത്തില്ല, ദൈവം പ്രവർത്തിക്കും. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വചനം ഏറ്റെടുക്കണം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മടങ്ങി വരുന്നവരുടെ പാപവും അവർ ചെയ്ത അതിക്രമങ്ങളും ദൈവം എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടുന്നവരുടെ അതിക്രമങ്ങൾ, അവർ ചെയ്തു കൂട്ടിയ ശാപബന്ധനങ്ങളെ ദൈവം എങ്ങനെ കാണുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിന് അനുകൂലമല്ലാതെ ഒരാൾ ജീവിക്കുമ്പോൾ ദൈവവചനത്തെ അയാൾ അനുകൂലിക്കുന്നില്ല. അതൊരു കഥാപുസ്തകം, സ്റ്റോറി ബുക്ക് എടുത്ത് കളഞ്ഞേരെ എന്ന് പറയുന്ന ഒരാൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, അതൊക്കെ ജസ്റ്റ് സാങ്കല്പികമാണ് എന്ന് പറയുന്ന ഒരു ക്രൂരനായ സുവിശേഷ വിരോധി, അങ്ങനെ അനുകൂലമല്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ദൈവത്തിന് ആ വ്യക്തി പ്രതികൂലമായി നിൽക്കുകയാണ്. ആ വ്യക്തിയോട് ദൈവം പ്രതികൂലമാണ്. ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്, കൃപ, ഇതൊന്നും ആ വ്യക്തിയിൽ വ്യാപരിക്കത്തില്ല. എന്നാൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ കൂട്ടായ്മയോട് ചേരാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം വളരെയേറെ മാനിക്കുകയും അവരെ ചേർക്കുകയും ചെയ്യും. ഈ വചനത്തിൽ അതിനകത്തുള്ള ഒരു നല്ലൊരു എവിഡൻസ് ഉണ്ട്. അതിനെ റിവേഴ്സൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വായിച്ചോളാം.
എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എനിക്ക് പ്രതികൂലമാകുന്നു. എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. എന്നോട് കൂടെ ചേരാത്തവൻ എന്ത് സംഭവിക്കും? അവൻ ചിതറിപ്പോകും. എവിടെങ്കിലൊക്കെ തീർന്ന് അവൻ തീരും, അല്ലെങ്കിൽ അവൾ ചിതറിപ്പോകും. അവൾക്കൊരു നല്ലൊരു വേരുണ്ടാകത്തില്ല, അവൾക്ക് നല്ലൊരു ഭാവി ജീവിതം തന്നെ ഉണ്ടാവണമെന്നില്ല. കാരണം എന്നോട് ചേരുന്നില്ല, എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്ന് അകലാൻ ഒരാൾ പറഞ്ഞപ്പോൾ 100% അവൻ്റെ വാക്ക് സ്വീകരിച്ച് ദൈവവചനത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് കേവലം ഇന്നലെ കണ്ട ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ചിതറിക്കപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിൽ നിന്ന് ചിതറിക്കപ്പെടും? ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെതായ സകല അനുഗ്രഹങ്ങളിൽ നിന്ന് എല്ലാം മാറ്റപ്പെടും. യാതൊരു അനുഗ്രഹവും കാണുകയില്ല. എന്നാൽ നിങ്ങളിത് തിരിച്ച് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്? ദൈവത്തോട് അനുകൂലമായി നിൽക്കുന്നവൻ, ദൈവത്തോട് ചേരുന്നവൻ, അവനെന്ത് സംഭവിക്കും? ദൈവത്തോട് അനുകൂലമായി നിൽക്കുന്നവൻ ദൈവം അനുകൂലമായിരിക്കും. ദൈവത്തോട് ചേരുന്നവൻ ചിതറിക്കപ്പെടുകയില്ല. തിരിച്ച് ചിന്തിച്ചു നോക്ക്. അതാണ് ആ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അനുകൂലമെങ്കിൽ, ചേർക്കപ്പെടുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ദൈവം തിരിച്ച് അതുപോലെ തന്നെ അവരെ ചേർത്തുകൊള്ളുന്നു. അവർ ചിതറാൻ അവരെ അനുവദിക്കുകയുമില്ല. ഒരു സംരക്ഷണം അവരുടെ മേൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കുമ്പം സുവിശേഷത്തെക്കാൾ ഉപരി, യേശുക്രിസ്തുവിനേക്കാൾ ഉപരി ഒരു മനുഷ്യ വ്യക്തിയുടെ സ്നേഹത്തിനും വിലയായി നിങ്ങൾ കാണരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ശക്തിയോടെ യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വിഷമിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ദൈവത്തിന് അവരെ സ്വീകാര്യമാണ്. ദൈവം നിങ്ങൾക്ക് ആരാധിക്കുന്നവർക്ക് താങ്ങാനാവാത്ത ചുമട് തരുത്തുമില്ല. ഇത്രയും കാര്യത്തിൽ കർത്താവ് നിങ്ങൾക്ക് ഉഗ്രൻ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പകുതി എങ്കിലും സമാധാനത്തിലൊന്നിരുന്നേ. ഹല്ലേലൂയ. ബാക്കി കർത്താവ് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നഷ്ടപ്പെട്ട മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇവരിങ്ങനെ ആയി എന്നുള്ളത് ആദ്യം പഠിക്കണം. ഇവർ ഇങ്ങനെ ആയി, ഇവരെങ്ങനെ വഴിതെറ്റിപ്പോയി? ഇവരെ ക്രിസ്തുവിലേക്ക് വിളിച്ചാൽ, ഞാൻ ചിലവർ പറയും, ബ്രദറെ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ്റെ വിവാഹമായില്ല, അവൻ കള്ളുകൂടിയാണ്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിര്. അമ്മമാർ എന്ന് പറയും. കാരണം അമ്മമാരാണല്ലോ ഏറ്റവും കൂടുതൽ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻ എടുക്കുന്ന ഒരു മനുഷ്യ ജന്മം ഉണ്ടെങ്കിൽ അത് അപ്പന്മാരല്ല, അമ്മമാർ തന്നെയാണ്. പെട്ടെന്ന് അമ്മമാർക്ക് ഭയങ്കര പെയിനായിരിക്കും. പ്രത്യേകിച്ച് ഈ ഭർത്താവ് മരണപ്പെട്ടു പോയ അമ്മമാരാണ് എങ്കിൽ അവർ മക്കളുടെ കാര്യത്തിൽ ഡബിൾ പെയിൻ ആയിരിക്കും. ഭർത്താവ് ഉള്ളപ്പോൾ ഉള്ള പെയിനേക്കാളും ഡബിളായിരിക്കും അവരുടെ പെയിൻ. ഇവർ വഴിതെറ്റി നടക്കുമ്പോൾ, ഇവർ ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുമ്പോൾ അവരുടെ കണ്ണുനീരിനെല്ലാം ദൈവം ഇങ്ങനെ എഴുതി വെക്കും. ഇന്ന ദിവസം ഇപ്പോൾ കരഞ്ഞു, ഇന്ന ദിവസം കരഞ്ഞു. ഇതെല്ലാം എഴുതി വെക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് നീതിക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിലാണെങ്കിൽ, ശരിയായ മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്മയുടെ കരച്ചിലാണെങ്കിൽ 100% അത് കുപ്പിയിൽ ശേഖരിക്കും. യാതൊരു സംശയം അതിൻ്റെ അകത്ത് യാതൊരു, ഇനി കുട്ടികളൊക്കെ ഇനി എന്ത് പറഞ്ഞാലും ശരി, അതിൻ്റെ അകത്ത് യാതൊരു അപ്പീലും ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ മാതാപിതാക്കളോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെയുള്ള മോനാണോ മോളാണോ, എത്ര വയസ്സുണ്ട്, ഇത്ര വയസ്സേ ഉള്ളൂ, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയും, ഒരു കാര്യം ചെയ്യുക, കൗൺസിലിംഗ് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ബിബ്ലിക്കൽ സാരോപദേശകരുണ്ട്, നിങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടു. അയ്യോ ക്രിസ്തുവിനെ എന്ന് കേൾക്കുന്നത് അവന് ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ക്രിസ്തുവിലേക്ക് വിളിച്ചാൽ വരികയില്ല. ബൈബിൾ വായിക്കാൻ എന്നാ പറ, ബൈബിൾ അവൻ വായിക്കത്തില്ല, വലിച്ചെറിയും. 2-3 ബൈബിൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യും? വചനപ്രവചകരാരെങ്കിലും ഫോണിൽ കൂടെ ഒന്ന് കൗൺസിൽ ചെയ്താലോ, പിന്നെ സ്പിരിച്വൽ അഡ്വൈസിങ് അവർക്ക് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയുന്നതാണ് വചനപ്രവചകരെ മൊത്തത്തിൽ കുറ്റം പറയുക. പിന്നെ എങ്ങനെയാണ് വചനപ്രവചകരെ മൊത്തത്തിൽ കുറ്റം പറയുക? ഇത് ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഹല്ലേലൂയ. വചനപ്രവചകരെ മൊത്തത്തിൽ കുറ്റം പറയുകയാണ്, ബൈബിൾ ഇഷ്ടമല്ല,
ക്രിസ്തുവിലേക്ക് വിളിച്ചാൽ വരികയില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? ഇവിടെയാണ് പേരൻസ് പെട്ടുപോയിരിക്കുന്നത്. സാധാരണ രീതിയിൽ പിള്ളേരെ പ്രാർത്ഥനയ്ക്ക് വന്ന് വിളിച്ച് 2-3 കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും എൻ്റെ മാർഗം ശരിയല്ല, ഞാൻ സ്പിരിച്വൽ വേയിലൂടെ നടക്കുന്നതാണ് ബെസ്റ്റ് എന്ന് കുട്ടികൾക്ക് പൊതുവേ മനസ്സിലാവും. ഇതിനൊന്നും വരുത്തില്ല. ഇത് ഇങ്ങനെ ഉള്ള വ്യക്തികളെ എങ്ങനെ മാറ്റിയെടുക്കാം, എങ്ങനെ അവർ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ ആത്മാവിന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക. നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുട്ടികളെയും മനസ്സിൽ ധ്യാനിക്കുക. പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ദൈവവചനത്തെ മനസ്സിൽ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിൽ ചിന്തിക്കാം. വിശ്വാസ കണ്ണുകളാൽ കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവരെവിടെ ആയിരുന്നാലും അങ്ങ് ഏറ്റെടുക്കുകയും അവരെ വളർത്തുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുട്ടികളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അവരങ്ങയെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ വിമർശിക്കുന്നവരാണ്. യേശുവിൻ്റെ ക്രൂശിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവമേ, അവർക്ക് വേണ്ടി ഞങ്ങൾ മുഴങ്കാലുകൾ മടക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ക്രൂശിലെ മരണം എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ വഴിതെറ്റിപ്പോയ എല്ലാ കുട്ടികളെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ മാറ്റിയെടുക്കണമേ. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങത് ചെയ്യുമെന്ന്, അങ്ങ് അപ്രകാരം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തലങ്ങളിലൂടെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ നശിക്കാനിടയാകുന്നത്. 2 തലങ്ങളാണ്. അത് നിങ്ങൾ മാതാപിതാക്കൾ, കുടുംബത്തിലുള്ളവർ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, തലമുറയിൽ നിന്ന് കൈമാറി വരുന്ന ഒരു സ്പിരിറ്റാണിത്. അതായത് പൂർവ്വപിതാക്കന്മാർ ഒരാൾ ഇങ്ങനെ ആയിരിക്കും. പൂർവ്വപിതാക്കന്മാർ ഒരാൾ ദൈവത്തെ തെറി വിളിക്കുന്നതുണ്ടാവും. അയാളിൽ വർക്ക് ചെയ്ത അതേ ഭൂതം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ മക്കളിലേക്ക് ജനനം വഴിയായിട്ട് അത് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. അവർ ജനിക്കുമ്പോഴേ അവരുടെ അകത്ത് ഇതുണ്ട്. അങ്ങനെ അവർ ആയിത്തീർന്നതാണ് ഇങ്ങനെ. അതുകൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ തിരിച്ചറിയാൻ ഞാൻ തുടർന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. 2ാമത്തെ സെക്ഷൻ സമൂഹത്തിൽ നിന്ന് കടന്നുകൂടിയ ഒരു രീതിയാണിത്. ഒന്ന്, സമൂഹം, ബയോ സോഷ്യൽ എന്ന് പറയും. ഒന്ന്, ശാരീരികമായി ഈ വ്യക്തി ഇങ്ങനെ ആയിത്തീർന്നു. 2, സമൂഹം ഈ വ്യക്തിയെ ഇങ്ങനെ ആക്കി തീർന്നു. ഈ 2 തലങ്ങളിലാണ് ഈ വ്യക്തി ദൈവത്തിനെതിരായിരിക്കുന്നത്, ആത്മീയതയ്ക്ക് എതിരായിരിക്കുന്നത്. ഒന്ന് എങ്ങനെയാണ്? ഒന്ന്, തലമുറകളിൽ നിന്ന് ഈ വ്യക്തി ഇങ്ങനെ ആയിത്തീർന്നത്. 2ാമത്തേതോ സമൂഹത്തിൽ അവർ കൂട്ടുകാർ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ സ്ഥിരമായി ആരാധിക്കുന്ന വ്യക്തികൾ അവരുടെയൊക്കെ ജീവിതം കോപ്പി അടിച്ചിട്ട് ഇവരിങ്ങനെ ആയിത്തീർന്നതാണ്. ഇങ്ങനെ 2 തലത്തിലാണ്. ഇവരത് കാരണം ദൈവത്തെ പരിഹസിക്കും. ഇനി ദൈവത്തെ പ്രസംഗിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, സ്തുതിക്കുന്നവർ, ഇവരെല്ലാം മണ്ടന്മാരാണെന്നൊരു ധാരണ ഇവരുടെ ഉള്ളിൽ
ഉണ്ടാകും. ഇവരെല്ലാം മണ്ടന്മാരാണ്, ഇവർക്കൊന്നും വിവേകമില്ല, ഇവരൊന്നും ബുദ്ധിയില്ലാത്തവരാണെന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടാകും. യെശയ്യായുടെ പുസ്തകം 57 എടുക്കാം. അതിലെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? യെശയ്യ ആത്മാവിൽ ദൈവം ചോദിക്കുവാണ്. യെശയ്യായിലൂടെ ദൈവം ആത്മാവിൽ ചോദിക്കുവാണ്. എന്താണ് ചോദിക്കുന്നത്? എന്താണ്? ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ വായ് പൊളിക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ ആ നാവ് നീട്ടുന്നത്? അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും സന്തതികളല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവത്തിനെതിരെ നാവ് നീട്ടുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം, നിങ്ങളുടെ പിതാക്കന്മാർ തന്നെ അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും, അതായത് സ്പിരിറ്റിനെയായി പറയുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരെ അങ്ങനെയാണ്, അവരുടെ സന്തതികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥന എതിർക്കുന്നത്. പ്രാർത്ഥന എതിർത്തിട്ട് ശാസ്ത്രമാണ് ദൈവമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് കാരണമാണ്. ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇന്ന് ഇതിൽ നിന്നല്ല, കെട്ടിൽ നിന്നല്ല നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തിയതിനെ ഓർത്താണ് നിങ്ങൾ സ്തുതിക്കേണ്ടത്. ഇങ്ങനെ ഒരു സന്തതികളാണ്, അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നമുക്ക് ഉദാഹരണമായിട്ട് പിശാചിന് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് യേശുക്രിസ്തു എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നതാണ്. ഇനി ബന്ധനമോചന ശുശ്രൂഷ ചെയ്യുന്ന അനേകം പേർ ഉണ്ട്. ആ അനേകം പേരിൽ ബന്ധനമോചന ശുശ്രൂഷയുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലിക ഉപദേശവുമായി നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം, പ്രോട്ടോ ഇവാഞ്ചലിസവുമായിട്ടും ബന്ധം ഉണ്ടായിരിക്കണം. എന്നാൽ എനിക്കിങ്ങനെയാണ് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ അത് അയാളുടെ ഇസമാണ്. ആരാണോ അയാളുടെ സിദ്ധാന്തമാണ്. അത് ദൈവത്തിൻ്റെതാകണമെന്നില്ല. ഇതിങ്ങനൊരു നിയമമുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അത് ദൈവത്തിൻ്റെ തന്നെയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൽ അപ്പോസ്തലന്മാരോ പ്രോട്ടോ ഇവാഞ്ചലിസത്തിലോ അത് വളരെ വ്യക്തമായി അത് കാണും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ദൈവത്തിൻ്റെ ഒരു സന്ദേശമനുസരിച്ച് ദൈവം പറയുന്നത്, നമ്മൾ ആദ്യമേ വായിച്ചു കേട്ടായിരുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മളെയൊക്കെ ചേർക്കുകയാണ്, അല്ലേ? നമ്മൾ ആദ്യം വായിച്ചില്ലേ? അതേപോലെ തന്നെ സാത്താനും അതേ പദ്ധതി തന്നെ ചെയ്യുന്നുണ്ട്. സാത്താൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ സാത്താന് പുത്രന്മാരെ ആവശ്യമുണ്ട്, പുത്രിമാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് സാത്താൻ ഭൂമിയിൽ പുത്രന്മാരെയും പുത്രിമാരെയും ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ വേണ്ടി സാത്താനും ശ്രമിക്കും. അവരുടെ പുത്രന്മാർ, അവരുടെ പുത്രിമാർ ഇങ്ങനെ ഭൂമിയിൽ പെരുകാനായിട്ട് ഇടയാകും. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പെരുകുന്നത് പോലെ, മനുഷ്യ മക്കൾ ആരാധനയ്ക്കായി പെരുകുന്നത് പോലെ, സാത്താനും തന്നിക്ക് പുത്രന്മാരെയും പുത്രിമാരെയും സാത്താനും താങ്കൾ നിർമ്മിച്ചു കൂട്ടും. ഓരോരുത്തവരെയായിട്ട് എന്തെങ്കിലും മാർഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് സാത്താനും ഒരുമിച്ച് കൂട്ടും. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം യെശയ്യായുടെ പുസ്തകം നമ്മളിപ്പോൾ വായിച്ചതാണ്, 57 നമ്മൾ വായിച്ചതാണ്, അല്ലേ? എങ്ങനെയുള്ളതാണ്? അതിക്രമത്തിൻ്റെ പുത്രന്മാർ ജനിക്കുകയാണ്, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് 2 തലങ്ങളിൽ ഇത് സംഭവിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അതായത് കർത്താവ് പറയുകയാണ്, സാത്താൻ ഭൂമിയിൽ തനിക്ക് ഒരു അവശേഷിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം നമ്മുടെ ഒരു സമൂഹം, ഏതെങ്കിലും ഒരു സമൂഹത്തെ സാത്താൻ രൂപപ്പെടുത്തിയ ഒരു സമൂഹമാണെങ്കിൽ, അവർ വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമോ അതോ അന്ധകാരത്തിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുമോ? നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. അല്ല, അതും ദൈവത്തിൻ്റെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാനങ്ങനെ പഠിച്ചിട്ടുമില്ല. അത് പിന്നെ ആരുടേതായിരിക്കും? അന്ധകാരത്തിൻ്റെ. അതാണ് യെശയ്യാ 57:4 നമ്മൾ വായിച്ചതാണ്. അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും പുത്രന്മാരാണ് നിങ്ങൾ അവർക്കുണ്ടായതാണ്. അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് സാത്താൻ ഇത് നന്നായിട്ടറിയാം. സാത്താൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹ ജീവിതത്തിന് മുമ്പ് തന്നെ സാത്താൻ അവൻ്റെ പുത്രനും പുത്രിയാക്കി മാറ്റാൻ ശ്രമിക്കും. എന്നാലേ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ സാത്താനിക്കായ തലമുറ ജനിക്കാനായിട്ട് ഇടയാകത്തുള്ളൂ. നമ്മൾ ചിലവരുടെയൊക്കെ ജീവിതങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നത്തില്ലേ, എത്ര
ക്രൂരരാണ് ഇവർ, ഇത്രയും ദുഷ്ടരായ മനുഷ്യരുണ്ടോ എന്ന് നമുക്ക് തോന്നത്തില്ലേ? അതിൻ്റെ കാരണം ഇതാണ്, അവരെ അങ്ങനെ ജനിപ്പിക്കുന്നതാണ് സാത്താൻ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എങ്ങനെയാണ് സാത്താൻ ഈ തനിക്ക് വേണ്ടി മനുഷ്യ തലമുറകളെ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ്? ഒന്ന്, ജനനത്തിലൂടെ. നമ്മളത് പറഞ്ഞതാണ്. ഒന്നാമത്തെ എങ്ങനെയാണ്? ജനനത്തിലൂടെ. രണ്ടാമത്, ജനിച്ചു കഴിഞ്ഞ് വളരുമ്പോൾ, ഹല്ലേലൂയ, സമൂഹത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിയിലൂടെയോ ഇവരിൽ സാത്താൻ്റെ മക്കളായി മാറാനായിട്ട് ഇടയാകും. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതാണ്? 2 തലങ്ങളാണ്. ഒന്നാമത്തെ ഏതാണ്? ജനനത്തിലൂടെ തന്നെ. അതായത് മാതാപിതാക്കൾ ആരെങ്കിലും ഈ സാത്താൻ ആരാധകനാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന തലമുറയും അങ്ങനെ തന്നെ ജനിക്കും. രണ്ടാമത്തെ എങ്ങനെയാണ്? ജനിച്ചു കഴിഞ്ഞിട്ടാണ്. ജനിച്ചു കഴിഞ്ഞിട്ട് സാത്താൻ്റെ പുത്രനോ പുത്രിയോ ആയി ഈ കൂട്ടർക്ക് മാറാനായിട്ട് സാധിക്കും. യേശുവേ ആരാധന, യേശുവേ ആരാധന. അവർ മൊത്തം നെഗറ്റീവായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മ അവർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ തലമുറകളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ പല അടവുകളും എടുക്കുമെന്നുള്ളത് യേശുക്രിസ്തു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആ മുന്നറിയിപ്പ് വചനത്തിലുമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശക്തിയേറിയ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴെല്ലാം കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ പുതിയ തലമുറയെ സാത്താൻ രൂപപ്പെടുത്താൻ, പിതാവിൻ്റെ മഹത്വത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റിയിട്ട് സാത്താൻ്റെ ഒരു വ്യൂഹ കൂട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ അന്ധകാര ശക്തി കൽപ്പന കൊടുത്തിരിക്കുക തൻ്റെ ദൂതന്മാരോട്. അവരതുകൊണ്ട് പുത്തൻ യുവാക്കന്മാർക്ക്, യുവതികൾക്ക് എന്തും ഓപ്പണാക്കി കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കണം. പറ്റുമോ? യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ പറ്റത്തില്ലേ? നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചേ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ആരാധന. രണ്ടാമത്തേതാണ് ജനിച്ചു കഴിഞ്ഞിട്ട് സമൂഹം കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലോ മന്ത്രവാദത്തിന് കൊണ്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാതാപിതാക്കൾ ചെയ്താലും ഇങ്ങനെ സംഭവിക്കും. നമുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വചനം എടുക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 10. അതിൽ പിശാച് ഒരു മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അകത്തുള്ള പിശാചിനെ നോക്കി അപ്പോസ്തലന്മാർ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ആ വചനത്തിൽ പറയുന്നത്. എന്താണ്? പിശാചിനെ, ഒരു മനുഷ്യനിലാണ് പിശാച് പ്രവേശിച്ചത്. ആ മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. ആ ചെയ്യുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് നമ്മളത് വായിക്കേണ്ടത്. വായിക്കാം നമുക്കത്. സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ. അതിൽ ഒന്ന് പറയാണ്, ആദ്യത്തെ നിങ്ങൾ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യം എന്താണ് പറയുന്നത്? സാത്താന് സന്താനങ്ങളുണ്ടാവും. ഭൂമിയിൽ അവന് സന്താനങ്ങളെ അവൻ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ അങ്ങനെയുള്ള മനുഷ്യനെ വിളിച്ചത് സാത്താൻ്റെ സന്താനമേ എന്ന് തന്നെ വിളിച്ചത്, സാത്താൻ്റെ മകനെ എന്നാണ് വിളിച്ചത്. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശുക്രിസ്തു ജനങ്ങളെ കൂട്ടുന്നത് പോലെ തന്നെ സാത്താനും തൻ്റെ കാര്യനിർവഹണത്തിനായി സാത്താനും ഒരു കൂട്ടം ജനത്തെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് സാത്താൻ്റെ സന്താനമേ. അടുത്തെന്താണ്? സകല നീതിക്കും എതിരായവനെ. സകല നീതിക്കും എതിരായവനെ. ഇപ്പോൾ ഈ മനുഷ്യനിൽ പ്രവേശിച്ചിരിക്കുന്നത് സാത്താൻ്റെ സന്താനം. സാത്താന് ദൂതന്മാരേ ഉള്ളൂ. സാത്താൻ എപ്പോഴും ദൂതന്മാരേ ഉള്ളൂ. സാത്താൻ്റെ ഓർഡർ അനുസരിക്കുന്ന ചെറിയ ചെറിയ ദൂതന്മാരുണ്ട്. എന്നാൽ സന്താനമായിട്ട് സാത്താൻ എടുക്കുന്നത് മനുഷ്യരെയാണ്. വളരെ ശ്രദ്ധിക്കുക. സാത്താൻ്റെ സന്താനമേ, ബാക്കി വായിച്ചോളുക. സകല നീതിക്കും എതിരായവനെ. സകല നീതിക്കും എതിരായവനെ. ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ. ദുഷ്ടത നിറഞ്ഞവനാണ്, വഞ്ചന നിറഞ്ഞവനാണ്. ദൈവത്തിൻ്റെ സകല നീതിക്കും എതിരായവനായിരിക്കും. അടുത്തത്, ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയില്ല. ദൈവത്തിൻ്റെ നേർവഴി എന്ന് പറയുന്നത് ക്രിസ്തുവും സുവിശേഷമാണ്. അതിനെ എതിർക്കുകയാണ്, ബൈബിളിനെ എതിർക്കുകയാണ്. അതിൽ നിന്ന് നീ മാറാറായില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് വായിച്ചോളുക. ഇതാ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ ഒരൊറ്റ കരത്തിൻ്റെ മുമ്പിൽ തീരാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ.
യേശുവേ ആരാധന. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക, സാത്താൻ ഒരു കൂട്ടം ജനത്തെ നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ മക്കളെ അവർക്ക് ക്യാൻവാസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ ദൈവത്തിൻ്റെ സകല നീതിക്കും എതിരെ വർത്തമാനം പറയിപ്പിക്കുവാൻ, ഒച്ചപ്പാടുണ്ടാക്കാൻ ഇവരെ കൊണ്ട് തയ്യാറാക്കിപ്പിക്കും. ദൈവത്തിൻ്റെ നീതിക്കെതിരെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യത്തിലെല്ലാം കുറ്റം കണ്ടുപിടിച്ച് ദൈവത്തിൻ്റെ പ്രവാചകർക്കെതിരെ, ദൈവത്തിൻ്റെ ജോലിക്കാർക്കെതിരെ സംസാരിപ്പിക്കുകയാണ്. ചെറിയ കാര്യത്തിനാണ്. ഈ സാത്താൻ ഒരിക്കലും, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളുക, നിങ്ങൾ വഴിതെറ്റിയ മക്കളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, സാത്താൻ ഒരിക്കലും അവരുടെ കുറ്റം പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല. അവരുടനെ ചോദ്യം ചെയ്യും. എൻ്റെ തെറ്റ് ഇങ്ങനെ എന്തിനാണ് ചൂണ്ടിക്കാണിക്കുന്നത്, ഇങ്ങനെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് എല്ലാ പാരൻസും ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ജോലി എന്താണ്? നീ ഇപ്പോൾ പോകുന്ന വഴി ശരിയല്ല എന്ന് പറയുന്നതാണ്. സാത്താൻ അത് ഇഷ്ടമല്ല. സാത്താൻ അതിനെ എതിർക്കാൻ ശ്രമിക്കും. അതിനെ ശക്തമായിട്ട് അതിനെ എതിർക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷണം, തിന്മയ്ക്കെതിരെയുള്ള ഒരു വചനപ്രഘോഷണം നിങ്ങൾ വീട്ടിലിട്ടപ്പോൾ കട്ടിലേക്ക് കിടന്നവൻ ചാടി എഴുന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ വെക്കരുത് എന്ന് പറയാം. എന്താ കാരണം? അത് സ്റ്റോപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ളത് ഇവിടെ വെക്കരുതെന്ന് പറയാനുമുള്ള കാരണം എന്താണ്? കാരണം അതിൽ അവൻ്റെ തിന്മയുണ്ട്. ആ വചനപ്രഘോഷണത്തിൽ അവന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവളിങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ വചനപ്രഘോഷണത്തിൽ ഉണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അത് അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അത് കൊള്ളലുണ്ടായിട്ട് അത് വെക്കണ്ടെന്ന് പറയും, നിർത്താൻ പറയും. പ്രത്യേകിച്ച് അത് പ്രസംഗിക്കുന്ന ആളാരാണോ പിന്നെ അവനെ അങ്ങ് തെരുവിളിയാവും. പ്രസംഗിക്കുന്ന ഏത് സുവിശേഷകരാണോ പിന്നെ അവർക്കില്ലാത്ത കുഴപ്പം കാണത്തില്ല പിന്നീട്. ഇതാണ് എൻ്റെ കാര്യം. ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ജനനത്തിൽ, അതായത് ഒരു സ്ത്രീ കുട്ടികളെ പ്രസവിക്കുന്ന സമയത്ത്, കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൽ സ്പിരിറ്റിന് ട്രാൻസ്ഫർ ആവാൻ പറ്റുമോ? അത് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞ് പുറത്തു വരുമ്പോഴേ സ്പിരിറ്റ് കണക്ട് ചെയ്ത് സ്പിരിറ്റ് തന്നെ അവനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത്. മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എൻ്റെ വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അത് കളഞ്ഞുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്നതിന് എന്തുമാത്രം എവിഡൻസ് കാണിക്കാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇല്ല. പക്ഷെ ഞാൻ നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാം. ആ സ്ത്രീ പ്രസവിച്ച് ആ കുഞ്ഞിനെ ടേബിളിലോട്ട് മാറ്റിക്കിടത്തി അതിനെ നമുക്കറിയാമല്ലോ, പ്രസവം കഴിഞ്ഞ ഉടനെ അവർ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണാം പെട്ടെന്ന് ഈ കുഞ്ഞിന് വളർച്ചയുണ്ടായി. മണിക്കൂറുകൾ കഴിയുന്തോറും കുഞ്ഞിന് വളർച്ചയായി. കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്കിയപ്പം കുഞ്ഞ് കടിച്ച് മുറിക്കാൻ ശ്രമിച്ചു. അത് മിനിറ്റ് കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞിന് കുറച്ചും കൂടെ വളർച്ച കൂടി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ മാറ്റി. മെഡിക്കൽ ടീം ഇത് എന്ത് ചെയ്യണമെന്നുള്ള അറിയാൻ വയ്യാതെ അതിനെ അവിടെയുള്ള ജനങ്ങൾ, ഇത് സോഷ്യൽ മീഡിയയിൽ വാർത്തയായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് രാക്ഷസ കുഞ്ഞാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ രാക്ഷസ കുഞ്ഞാണെന്നാണ് അവർ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പൊതുജനം പറഞ്ഞത്. മെഡിക്കൽ ടീം ഇതിനെന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആ കുഞ്ഞിനെ പിന്നീട് കൊന്നുകളയോ അല്ലെങ്കിൽ ആ കുഞ്ഞ് മരിക്കപ്പെടുകയോ ഏതുകൊണ്ടാണ് ചെയ്തത്. പെട്ടെന്ന് വളർന്നു. നമ്മൾ കൈ കൊടുത്താൽ കൈ വായിലോട്ട് കൊണ്ട് കടിച്ചു മുറിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആയിത്തീർന്നു. ആ കുഞ്ഞിനെ പിന്നീട് മരിച്ചു പോവുകയാണ്. എന്താ ചെയ്തതെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടതാണ്. എനിക്കത് ആരൊക്കെയോ അയച്ചു തന്നു. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞിനെ രാക്ഷസനായി ജനിപ്പിക്കാനായിട്ട് സാത്താന് കഴിവുണ്ട്. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്ത് ഇതുപോലുള്ള പല സംഭവങ്ങളുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങളെ പഠിപ്പിക്കാനും പുത്തൻ തലമുറകളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എവിഡൻസാണ്. അവർ നല്ല മാർഗത്തിലേക്ക് വരാനായിട്ട് ഇടയാകും. ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എൻ്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ. ഇത് ഞാൻ പലപ്പോഴും ഇവിടെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ള, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഇവിടെ യേശു ക്രിസ്തു വയലും പുത്രന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. വയലെന്ന് പറയുന്നത് ഒരു ലോകമാണ്.
ലോകമാണ് വയൽ. നിങ്ങളെ പിന്നെ ഇനി വയലെന്ന് കേൾക്കുമ്പോൾ എന്തിനെ കാണണം? ലോകത്തെ കണ്ടോണം. ഇനി ലോകത്തിൽ ജനിക്കുന്ന കുട്ടികൾ, അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. വായിക്കുമ്പോൾ വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും. നല്ല വിത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. രാജ്യത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ ജെറുസലേമിൻ്റെ പുത്രന്മാർ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. മറിച്ച് നമ്മൾ യഹൂദ നഗരത്തിലെ ജെറുസലേമിൻ്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ എത്രയോ നൂറ്റാണ്ട് വരെ ജെറുസലേം ശൂന്യമായി കിടന്ന സമയമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ പുത്രന്മാർ വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായ ഒരു ഉപദേശമാണ്, നിങ്ങളത് കേൾക്കണ്ട. മറിച്ച് ബൈബിളിൽ രാജ്യത്തിൻ എന്നെഴുതുമ്പോൾ ഇവിടെ ഭൂമിയിൽ ദൈവം കാണപ്പെടാത്തതായ ഒരു ദൈവിക രാജ്യം ഇവിടെ ഉദ്ഘാടനം ചെയ്തു യേശു ക്രിസ്തു. ആ രാജ്യം ലോകം മുഴുവനും പടർന്നു കിടക്കുകയാണ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ അതിൻ്റെ പേരാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ജനിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്കുണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ മക്കൾ പ്രാർത്ഥനയിലും ആത്മീയതയിലുമാണ് നിൽക്കുന്നതെങ്കിൽ അവർ ഈ ലോകത്തിലാണെങ്കിലും അവർ ജീവിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അകത്താണ്. ഈ ഭൂമിയിൽ ദൈവരാജ്യമുണ്ട്, അതിൻ്റെ അകത്താണ്. സ്തോത്ര, ഹല്ലേലൂയ. ഇതൊക്കെ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ്. അടുത്തത് വായിച്ചോളുക. കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. കളകളാണെങ്കിൽ അതാരാണ്? ദുഷ്ടനെന്ന് പറയുന്നത് ആരാണ്? പിശാചിനെയാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ 2 തരത്തിലുള്ള മക്കൾ ജനിക്കുന്നുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ഒരു കൂട്ടർ ജനിക്കുന്നു. ഒരു കൂട്ടർ എങ്ങനെയാണ് ജനിക്കുന്നത്? പിശാചിൻ്റെ മക്കളായിട്ട് ഒരു കൂട്ടർ ജനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. എങ്ങനെയുള്ള മക്കളാണ് ജനിക്കുന്നത്? ശ്രദ്ധിക്കുക. ഒന്ന്, ആർക്ക് വേണ്ടി ജനിക്കപ്പെടുന്നതാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഭൂമിയിൽ ദൈവം ഉദ്ഘാടനം ചെയ്തിട്ട് പോയ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൻ്റെ മക്കളായി ഒരു കൂട്ടർ നമ്മൾ ജനിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടരെ ജനിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ജനിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പിശാചിൻ്റെ മക്കളാവാൻ വേണ്ടി ജനിക്കുന്നുണ്ട്. ഇങ്ങനെ 2 തരത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അതാണ് ഇത് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. ഇപ്പോൾ പിശാചിൻ്റെ തലത്തിൽ വേണ്ടി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പലരുടെ ജീവിത സാക്ഷ്യങ്ങളും പല ക്രൂരരായി വളർന്ന പല കുട്ടികളുടെ ജീവിത സാക്ഷ്യങ്ങളും അതിൻ്റെ പഠനങ്ങളും വെച്ചുകൊണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മളങ്ങനെയുള്ള കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ 35 വർഷമായി. 35 വർഷത്തിന് മുമ്പുള്ള പല കുട്ടികളുടെയും ഞാൻ എടുത്തു നോക്കിയിട്ട് അവരിപ്പോൾ എവിടം വരെയായി, അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 35 വർഷമായ ഒരു കുഞ്ഞായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പിന്നെ ഒരു 10-30 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സെങ്കിലും ഇപ്പോൾ കാണേണ്ട പിള്ളേരുണ്ടല്ലോ. അതിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് കുഞ്ഞിലേ ഈ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്ന ഈ ഭയങ്കര പ്രശ്നമുള്ള കുട്ടികളുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ കൊണ്ട് ചിലവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ചിലവരൊക്കെ വളരെമായി വീട് വിട്ട് മാറിപ്പോയി താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ പൈശാചിക ശക്തികളുടെ ആവാസത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൻ്റെ സ്വഭാവം വേറെ രീതിയായിരിക്കും. എന്നാൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പിശാചിൻ്റെ, അതായത് തലമുറയുടെ ഉണ്ടായിരുന്ന അതേ സ്പിരിറ്റ് തന്നെ ഈ കുഞ്ഞിലേക്ക് വ്യാപരിച്ചിട്ട് ഈ കുഞ്ഞ് ദൈവത്തിനെതിരെയും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ പ്രശ്നക്കാരായി മാറുന്ന തരത്തിലേക്ക് മാറുവാണെങ്കിൽ ഇവരുടെ കുഞ്ഞിലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞിലെ ഭയങ്കരമായ രോഗങ്ങൾ ഇവർക്കുണ്ടാവും. എത്ര മരുന്ന് കഴിച്ചാലും ഈ കുഞ്ഞുങ്ങളുടെ രോഗം മാറത്തില്ല. മരുന്ന് കഴിക്കും, മാറത്തില്ല. ഇങ്ങനെ രോഗമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കഴിച്ച് മാറാത്ത രോഗമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ സംശയിക്കരുത്. ഇത് ഞാൻ ബാക്കിയും കൂടെ പറഞ്ഞു കേൾക്കുമ്പോഴേ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഈ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, പല പ്രശ്നങ്ങൾ, ഒരു രോഗം മാറി അടുത്ത രോഗം മാറി, ഇങ്ങനെ രോഗം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് നോർമലായി എല്ലാ കുട്ടികൾക്കും വരാം. അതെല്ലാം പൈശാചികമാണ്, പൈശാചിക ശക്തിയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിക്കരുത്. പക്ഷേ ധരിക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞ്
ആഭിചാരം, മന്ത്രവാദം തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രം പ്രശ്നമൊന്നുമില്ലാതിരിക്കും. ബാക്കി പള്ളിയിലേക്ക് വരത്തില്ല, ബാക്കി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ പൈശാചികമായ സ്ഥലങ്ങളിൽ പോയാൽ അവിടെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ രോഗം തന്നെ സാത്താൻ കുഞ്ഞിലെ കൊടുത്തിരിക്കുന്നത് തന്നെ ഈ ആഭിചാരത്തിലേക്ക് എത്തിക്കാനായിട്ടാണ്. ആഭിചാരത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകണം, അതിനു വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ സംഭവത്തിൽ നിന്നാണ് പറയുന്നത്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. ഒരു സ്കൂളിൽ വഴക്കായി ഓട്ടീസം ആണെങ്കിൽ നമുക്കത് പറയാം, അല്ലെങ്കിൽ ഹൈപ്പർ ഇതായിരുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. ഇതൊന്നുമല്ല, സ്കൂളിൽ ചെന്നാൽ ബഹളമാണ്. ഒരു സ്കൂളുകാർ പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് മാറാൻ പറഞ്ഞ് അടുത്ത സ്കൂളിലാക്കി, അവിടെ പ്രശ്നമായി അവിടുന്ന് മാറാൻ പറഞ്ഞ് അടുത്തടുത്തായി. ഇങ്ങനെ മാറി മാറി കുഞ്ഞുങ്ങളെ എല്ലാ സ്കൂളുകളും പിന്നെ വേണ്ടെന്ന് പറയാൻ തുടങ്ങി. ഇതാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇപ്പോൾ തന്നെ അതിന് ഒന്നെങ്കിൽ ഗവൺമെൻറ് പരമായ കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ സ്പിരിച്വൽ അഡ്വൈസേഴ്സ്, പാസ്റ്റർ ഓഫ് സൈക്കോളജി, കൗൺസിലിംഗ്, പിന്നെ സൈക്കോളജിയൊക്കെ കഴിഞ്ഞ ദൈവദാസന്മാരുണ്ട്. അവർക്ക് ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൗൺസിൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അങ്ങനെയുള്ളിടത്തുണ്ട്. ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി അതും ഇതും കുഞ്ഞുങ്ങളുടെ തലമണ്ടയിൽ അടിച്ചു കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, യേശുവേ ആരാധന. അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ വചന പ്രൊഫസറുടെ അടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അവിടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റു പിള്ളേരെ ഉപദ്രവിക്കുക, വഴക്കാവുക, മോഷണം ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വരിക, ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾ കാണിക്കും. അതുപോലെ തന്നെ പള്ളിയിൽ വിളിച്ചാൽ വരത്തില്ല. നിങ്ങൾ പോകുന്ന ഏത് ചർച്ചാണോ ആ ചർച്ചിൽ അവൻ വരത്തില്ല, അല്ലെങ്കിൽ അവൾ വരത്തില്ല. അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ചർച്ചിൽ മാത്രം വരത്തില്ല, പ്രാർത്ഥനയ്ക്കും ഇരിക്കത്തില്ല. ഇതാണ് സ്വഭാവം. എന്നൊരു പേടിയാണ്, അല്ലെങ്കിൽ ചർച്ച് കാണുമ്പോൾ പേടിയാണ്, എനിക്ക് കരച്ചിലാണ്, ഇപ്പോൾ ചർച്ചിൻ്റെ പടി ചവിട്ടാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര പേടി, കരച്ചിൽ, ഇതെല്ലാം കാണിക്കും. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ കാണിക്കും. സാധാരണ കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പോയി പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ സാധാരണ കരച്ചിലുണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമാണ്. അത് കണ്ടുകൊണ്ട് ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഈ മേൽപ്പറഞ്ഞ സംഭവവും ഈ പള്ളിയിൽ പോകുമ്പോൾ കരയുന്ന ക്യാരക്ടറും കൂടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് നല്ല കഴിവുള്ള ബന്ധനമോചന കഴിവുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, അത് നല്ലതായിരിക്കണം, ഈ മിത്തോളജി പറയുന്നവരാകരുത്. ക്രിസ്ത്യാനിയിൽ തന്നെ ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ, കുറേ അമ്മമാർ കിടപ്പുണ്ട്, അപ്പന്മാരും ഉണ്ടല്ലോ, മുത്തപ്പൻ, അതൊക്കെ ആദ്യം അഴിക്കുക. അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള അത് ഉഡായിപ്പ് രീതിയാണ്. അതായത് കറക്റ്റ് നമ്മൾ പിന്നെ ഡെമനോളജി കറക്റ്റ് പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സ്പിരിറ്റ് ഏതാണെന്നുള്ള, യേശു ക്രിസ്തു ഏതെങ്കിലും ജൂപ്പിറ്ററിൻ്റെ ബന്ധനം ഞാൻ അഴിക്കുന്നു, അർത്തമീസേ ഇറങ്ങിപ്പോയി ഇവനിൽ നിന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു അവിടെ വെച്ച്? പറഞ്ഞില്ല. അപ്പം യേശുവിനറിയാം സ്വർഗത്തിൽ ഉണ്ടായിരുന്ന സ്പിരിറ്റുകൾ അർത്തമീസ് അല്ല എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ, അതായത് മറ്റ് ദൈവങ്ങളെയും മറ്റ് ആരാധന രീതികളും സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ സ്പിരിറ്റിന് സ്വാധീനമുണ്ട്, അതേ ഉള്ളൂ. പക്ഷേ സ്പിരിറ്റിൻ്റെ അപ്പൻ ഇരിക്കുമ്പോൾ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ് സ്പിരിറ്റെന്ന് ചിന്തിക്കുന്നത് അപകടമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഉള്ളിടത്ത് ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. ഇനി അടുത്തത്, വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കാതെയാണ് ഇവർ വളരുന്നെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം വീട്ടിൽ വരുന്നത് വല്ലപ്പോഴും ആയിരിക്കും. ഇങ്ങനെ കറങ്ങി കിടക്കും. രാത്രിയാണ് പകലെന്താക്കി മാറ്റും? രാത്രിയാക്കി മാറ്റും, തിരിച്ചങ്ങിടും. പകൽ കിടന്ന് ഫുൾ ഉറക്കം. ഇവർ രാത്രിയിൽ കറങ്ങി കിടക്കും, പകൽ ഉറക്കവും. രാത്രി കറങ്ങി കിടക്കുക, പകൽ ഉറങ്ങുക. ഇങ്ങനെ കൂടുതൽ പ്രശ്നമാണ്. അതാണെങ്കിൽ ഈ ചില പിള്ളേർ ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുകൊണ്ട്, നമുക്കറിയാം, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുകൊണ്ട് പണം മേടിക്കുക, സ്വർണം മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കും. മാതാപിതാക്കളൊട്ട് അറിയത്തുമില്ല. എല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാവുന്ന എല്ലാം ലോൺ എടുക്കും. എന്നിട്ട് വരവറിയാതെ കടം മേടിച്ച് കൂട്ടിയിട്ട് ചിലവാക്കും. എന്തിന് ചിലവാക്കുന്നു, എന്തിന് ഉപയോഗിക്കുന്നതെന്ന് ഈ കുട്ടികൾക്ക് അറിയത്തില്ല. കുറേ കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് വിളി വരും, കടം മേടിച്ച് അവർ വീട്ടിൽ വരും. ഇങ്ങനെ പ്രശ്നമായി കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഈ മന്ദബുദ്ധി ഇങ്ങനെ മേടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഒരു അനുതാപവും കാണത്തുമില്ല.
കടം ഇങ്ങനെ മേടിച്ച് കൂട്ടും, ഒരു അനുതാപവും കാണത്തില്ല. എന്നാൽ ഒരു മകൻ പറയാണ്, അത് അപ്പനാണ് പ്രശ്നം. അപ്പൻ എന്ത് ചെയ്യും? ഈ മക്കൾ വീട്ടിലോട്ട് വരുമ്പം കടക്കാർ പറയും, എൻ്റെ കടയിൽ കയ്യിൽ നിന്ന് ഇന്നലെ 1,00,000 മേടിച്ചു. അടുത്ത അങ്ങോട്ട് ഒരു മീൻകാരൻ പറഞ്ഞു, എൻ്റെ ഇന്ന് ഒരു 25,000 മേടിച്ചു. അടുത്ത പച്ചക്കറിക്കാരൻ പറയും, ഇന്നലെ ഒരു 10,000 മേടിച്ചു. പിന്നെ അടുത്ത ആൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓട്ടോറിക്ഷ ഡ്രൈവർ. 3-4 ലക്ഷം രൂപ 2-3 മാസം കൂടുമ്പോൾ ഈ അപ്പൻ കടം ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെ ഇവർ പിന്നീട് കടം തീർക്കാൻ തുടങ്ങി. ഇത് പല കുടുംബങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മക്കൾ പറയും, ഈ അപ്പനെ ഒന്ന് വീട്ടിൽ ഇരിക്കാൻ പറ, കടം മേടിക്കാതിരിക്കാൻ പറ. അങ്ങനെ ഇവർ ഓരോ പരിചയമുള്ളിടത്തെല്ലാം ചെന്നിട്ട് പറയും, അപ്പൻ വന്ന് ചോദിച്ചാൽ പൈസ കൊടുക്കല്ലേ എന്ന് പറയും. അപ്പൻ എന്ത് ചെയ്യും? കൊടുക്കാത്തവനെ വിട്ടിട്ട് അടുത്തടുത്ത് പോയി മേടിക്കും. ഇത് തന്നെ പരിപാടി. ഈ മക്കളുടെ പരിപാടി എന്താണ്? കടം തീർക്കുക, ഉണ്ടാക്കുക, തീർക്കുക. ഇത് തന്നെ. അതായത് ഇത് കുഞ്ഞിലെ തുടങ്ങിയതായത്. പ്രായമായി മരിക്കാൻ സമയമായാൽ പോലും ക്യാരക്ടറിന് മാറ്റം വരത്തില്ല. ഇങ്ങനെ തന്നെ സ്വഭാവം. ഇത് തന്നെ ഈ ചെറുപ്പകാലത്തിൽ ചില പിള്ളേർക്ക് ഇതേ അനുഭവമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ചൈൽഡ് എടുത്താൽ നമുക്കറിയാൻ പറ്റും. ചൈൽഡ് ഇങ്ങനെ ആയിരിക്കും. ഈ ഒരിടത്ത് നിൽക്കത്തില്ല, വെപ്രാളം, ഓട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളെ രക്ഷയിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ഇറങ്ങിയാൽ മതി, യേശുക്രിസ്തു കൂടെ കണ്ടോളും. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവം തനിക്കുള്ളവരെ ചേർക്കുന്നത് പോലെ സാത്താനും തനിക്കുള്ളവരെ ചേർക്കും. ദൈവം തനിക്കുള്ളവരെ മാറ്റി നിർത്തുന്നത് പോലെ സാത്താനും തനിക്കുള്ളവരെ വചനത്തിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് മാറ്റി നിർത്തും. വിളിച്ചാൽ വരുത്തുമില്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെ പണം, സ്വർണം പലതും മേടിക്കും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. പലരും സ്വർണ്ണം ഒന്ന് തായോ എന്ന് പറഞ്ഞ് സ്വർണം മേടിച്ചു. പിന്നീട് തിരിച്ചു ചോദിച്ചു, ആ സ്വർണ്ണം ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. പോടി അവിടുന്ന്, നിൻ്റെ സ്വർണം. പിന്നെ തെറിയായി, ചീത്തവിളിയായി, കത്തിയെടുത്ത് കുത്താൻ നിൽക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സ്വർണം മേടിക്കാൻ വന്നപ്പോൾ ഇവളിങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇവളിങ്ങനെ? ഇതാണ് സാത്താൻ. എപ്പോഴും മോഷ്ടാവാണ്. സാത്താൻ നുണയനാണ്. അവൻ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് മറ്റുള്ളവരുടെ മുതലും കൂടെ നശിപ്പിക്കും. അവൻ തന്നെ നശിച്ച് കിടക്കുക, എന്നാൽ മറ്റുള്ളവരെയും കൂടെ നശിപ്പിക്കാൻ അവൻ ശ്രമിക്കും. ഇതൊന്നും ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇവരിങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിയാൽ അടുത്തവൻ്റെ പൈസ മേടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ മേടിച്ചെടുക്കും. ഈ മക്കൾ മേടിച്ചു കൂട്ടിയ പൈസ കൊടുക്കാൻ മാതാപിതാക്കളടുത്ത് ചെല്ലും. അയ്യോ, നിങ്ങളുടെ മോൻ മേടിച്ചതാ, എനിക്ക് പൈസ താ എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസിൻ്റെ മുമ്പിൽ ചെല്ലും. ഈ അവസ്ഥയിലിരിക്കുന്ന വേദനിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഇതൊരു സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് അഴിയണമെങ്കിൽ പാരൻസ് ആദ്യമേ യേശുവിനെ ആരാധിക്കണം. നിങ്ങളിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ആയെങ്കിൽ നിങ്ങൾ ആദ്യം രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആ ഒഴുക്ക് നിൽക്കും. ആ ഒഴുക്ക്, അതായത് മരിച്ചുപോയ ആൾക്കാരിൽ ഉണ്ടായിരുന്ന സ്പിരിറ്റായത്. ഇത് നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഈ ഒഴുക്ക് മക്കളിലേക്കുള്ള ശക്തി അങ്ങ് നിൽക്കും. പിന്നീട് നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 3:10. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ആധാരമായി വചനം തരാം. 1 യോഹന്നാൻ 3:10. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി സ്വർണം മേടിക്കുക, പണം മേടിക്കുക, ബാങ്കിൽ നിന്ന് കള്ള ലോൺ എടുക്കുക, തിരിച്ചടയ്ക്കാതിരിക്കുക, നാട്ടുകാരുടെ നിന്ന് മൊത്തവും പണം മേടിച്ച് കൂട്ടുക, തിരിച്ചടയ്ക്കാതിരിക്കുക. ഇത് ആരായാലും, എൻ്റെ കുടുംബത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ആരായാലും ഇതിൻ്റെ പിന്നിൽ സ്പിരിറ്റ് തന്നെ ഉണ്ട്. ഉഗ്രം പിശാച ഇതിൻ്റെ പിന്നിൽ. ഇവർ ദൈവത്തെ ആരാധിക്കത്തില്ല, ഉറപ്പായി. ഇവർ ആത്മാവിൽ നിങ്ങളിങ്ങനെയുള്ളവർ ആത്മാവിൽ ആരാധിച്ച് ഇങ്ങനെ അഭിഷേകത്താൽ നിറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിൽ നുണയുടെ ആത്മാവ് കയറിയിരിക്കുക. നുണയായിരിക്കും, അവരുടെ മനസ്സ് മൊത്തം നുണയാണ്. പ്രയർ ഗ്രൂപ്പിൽ വന്നാൽ പോലും അവർ ആത്മാഭിഷേകം പ്രാപിക്കത്തില്ല, ഒരിക്കലും പ്രാപിക്കത്തില്ല. അവർ കല്ല് പോലെ നിൽക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ടാണ് അനീതി പ്രവർത്തിക്കുക, നീതിയില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട്
പഴയ നിയമകാലത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മോശയുടെയൊക്കെ കാലത്തും ഇതുപോലെ പിശാച് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമകാലത്താണ് ഇപ്പോൾ ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമകാലത്തും പിശാച് ഇത് തുടങ്ങിയത് ഇസ്രായേലിൽ ശുദ്ധജനം ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേലിന് തന്നെ തോന്നിയ സമയം. അപ്പോൾ എന്തു ചെയ്തു? പിശാച് പാപികളായ ഒരു കൂട്ടത്തെ തന്നെ ആ ജനത്തിൻ്റെ ഇടയിലുണ്ടാക്കി. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 14-ാമത്തെ വാക്യം. സംഖ്യ 32:14 വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. അതെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് നിങ്ങളുടെ പിതാക്കന്മാർ വിശുദ്ധരായിരുന്നു. പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോൾ എന്ത് ഗണമാണ് വന്നിരിക്കുന്നത്? ഒരു പാപിയുടെ ഒരു കൂട്ടം ഇസ്രായേലിൻ്റെ ഈ കൂട്ടായ്മയിൽ വാർന്നു വന്നു. അവർ ജനിച്ചു വന്നു. ഒരു കൂട്ടം തന്നെ ഉണ്ടായി എന്നാണ് ദൈവം പറയുന്നത്. പാപികളുടെ ഒരു വൻ കൂട്ടം ഉണ്ടാക്കി പിശാച് ഈ മോശയുടെ കാലത്ത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ പാപികളുടെ കൂട്ടമാണോ സുവിശേഷ കൂട്ടമാണോ കൂടുതൽ? നിങ്ങളുടെ കുടുംബത്തിൽ നീതിരഹിതരുടെ കൂട്ടമാണോ അതോ ആത്മാവിൽ ജീവിക്കുന്നവരുടെ കൂട്ടമാണോ? രാജ്യത്തിൻ്റെ മക്കളാണോ കളയുടെ മക്കളാണോ? നിങ്ങളുടെ കുടുംബങ്ങളിൽ മൊത്തം ബന്ധുക്കളെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കൾ രക്ഷ മനസ്സിലാക്കണം. മാതാപിതാക്കൾ പ്രാർത്ഥനയ്ക്ക് വരിക എന്നതല്ല, രക്ഷ മനസ്സിലാക്കണം. എവിടെയാണ് രക്ഷയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയ്ക്ക് വരുന്നതോ എന്നുള്ളതല്ല. രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ കുടുംബത്തിൻ്റെ ഉയർച്ച ലഭിക്കാൻ വേണ്ടി നിങ്ങൾ രക്ഷ തേടുന്നവരാണ്. എൻ്റെ മക്കൾ മാനസാന്തരപ്പെടണം, എൻ്റെ കുഞ്ഞ് എനിക്ക് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി നടക്കുന്നവരാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? തമിഴ്നാട്ടിലുണ്ടല്ലേ ഒരു സാരി ഉടുപ്പിക്കുന്നത് അല്ലേ? അത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള തീർത്ഥാടന പള്ളികളിലെല്ലാം കയറി എൻ്റെ മോൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്തെല്ലാം പോയി ഞാൻ മുട്ടയിലഴയും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ആലപ്പുഴയിലോട്ട് പോയാൽ അറിയാമല്ലോ, ഉണ്ടല്ലോ അവിടെ മുട്ടയിലഴയൊക്കെ ഇല്ല, ചുമപ്പും പച്ചയും മെഴുകുതിരി കത്തിച്ച് ഉടമ്പടി ഉറപ്പിക്കുന്നു. നിങ്ങൾ മുട്ടയിലഴയൊക്കെ തുടങ്ങി. അങ്ങനെ അവസാനം വേളാങ്കണ്ണി പള്ളിയിൽ പോയി മുട്ടയിലഴിഞ്ഞു. അങ്ങനെ ഡൽഹി ഗോൾഡൻ ഖാന ചർച്ചിൽ വരെ പോയി നിങ്ങൾ മുട്ടയിലഴഞ്ഞു. മുട്ട ഏകദേശം എന്തായി കാണും? രക്ഷ എവിടെയാണോ ഇരിക്കുന്നത്? രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി സ്വയമേ, അതായത് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു സൈക്കോളജി പറഞ്ഞുതരാം. സൈക്കോളജിയിൽ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സങ്കടം താങ്ങാതെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഇട്ടങ്ങ് പീഡിപ്പിക്കുക, വഴക്ക് പറയുക, നീ അത് ശരിയല്ല, നീ അത് ശരിയല്ല, നീ ഇങ്ങനെ ശരിയല്ല, ഇങ്ങനെ കിടന്ന് ഭർത്താവ് കിടന്ന് ഇങ്ങനെ പറയുക. പറഞ്ഞുകൊണ്ട് ഇതുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പേടി. കാരണം പുള്ളി രണ്ടടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം പ്രതികരിച്ചാൽ ഈ പുള്ളി കയറി കഴുത്തിന് പിടിക്കും, ഭിത്തിയോട് ചേർത്ത് പോക്കും. അപ്പം കാലമാടൻ ഭിത്തിയോട് ചേർത്ത് പോക്കുന്നതിനേക്കാളും നല്ലത് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് നിങ്ങളുടെ അമ്മയ്ക്ക് തെറിവിളിയായി, നിങ്ങളുടെ അപ്പന് തെറിവിളിയായി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രതികരിക്കണം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നെഞ്ചത്തിടിച്ചിട്ട് 2-3 ഇടി ഇങ്ങനെ കൊടുക്കും. ഇടിച്ചിട്ട് കാലമാട കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ഇടിക്കും, അല്ലേ? പ്രതികരണം അങ്ങനെയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു കാരണം അങ്ങേരെ ഇടിച്ചാൽ കയറി തിരിച്ചടിക്കും, അത് കാരണം സ്വന്തമായിട്ട് ഇടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ മക്കൾ വഴിതെറ്റി നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഞാനങ്ങ് തൊലയാം എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടയിലഴയുന്നതിൻ്റെ ഒരു രീതി അതാണ്. കരഞ്ഞുകൊണ്ട് അലറിക്കൊണ്ടൊക്കെ ചിലവർ മുട്ടയിലഴയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഈ നെഞ്ചത്തിടിയുടെ വേറൊരു രീതിയാണ്. അത് വേദനിപ്പിക്കുക, ബോഡിയെ വേദനിപ്പിക്കുക. സൈക്കോളജി നിങ്ങൾ പഠിച്ചു നോക്കിയോ ഇത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഭക്തിയോ അതിൻ്റെ അകത്ത് അപ്പോസ്തലിക ഉപദേശമോ ഇല്ല. ഹല്ലേലൂയ. അപ്പോസ്തലിക ഉപദേശം അതിൻ്റെ അകത്തില്ല. നിൻ്റെ ദേഹം മുറിപ്പെടുത്തിയാലേ രക്ഷ ഉണ്ടാകൂ, നിൻ്റെ മുട്ട് പൊട്ടിച്ചാലേ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിടുതലുണ്ടാകുന്ന ഒരു ഉപദേശം അപ്പോസ്തലന്മാരോ യേശുക്രിസ്തുവോ നൽകിയിട്ടില്ല. നിനക്ക് പകരമായി മുട്ട് പൊട്ടിച്ചവൻ കാൽവരി മലയിലുണ്ട്, അത് വേറെ വിഷയമാണ്, അത് നീ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ ഉപവാസമാണ്. ചിലവർ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉപവാസം, ആഹാരം കഴിക്കത്തേ ഇല്ല. എന്തിനാ? എൻ്റെ മകൾ മാനസാന്തരപ്പെടണം, എൻ്റെ മകൻ അതിനു വേണ്ടി ഞാൻ ഉപവാസം എടുക്കുക, ആഹാരം കഴിക്കത്തേ ഇല്ല.
അവസാനം വൈകുന്നേരം ആകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കും. ഉപവാസമൊക്കെ കഴിയുമ്പോൾ അൾസറിൻ്റെ രോഗം, കുടലിൽ രോഗമായി, കുടലിൽ രോഗം, അതിൻ്റെ അകത്ത് മുറിവായി, മുറിവ് ഇരുന്ന് ക്യാൻസറായി, ആകെ പ്രശ്നം. ഉപവാസമാണ്. ഇങ്ങനെ സ്വയമേ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ, ഉപവാസത്തിന് ഞാൻ എതിരല്ല, ഞാനൊക്കെ ഉപവാസം എടുക്കുന്ന ആളാണ്, വർഷങ്ങളോട് എടുക്കുന്നത്. പക്ഷേ അത് എടുക്കുന്നത് വേറെ, നമ്മുടെ ഈ ആ ഉപവാസമായിട്ട് ബന്ധപ്പെട്ട്, ഉപവാസമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥം വേറെയാണ്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപവാസം എടുത്താലേ നിങ്ങളുടെ മക്കൾക്ക് രക്ഷ ഉണ്ടാവൂ എന്നൊരു ധാരണ നിങ്ങൾ ധരിക്കരുത്. അത് ബിബ്ലിക്കലിൽ അത് എതിരാണ്. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അത് കണക്ക് ദേഹത്ത് മുറിവുണ്ടാക്കുക. അപ്പോൾ മുട്ടയിലഴിഞ്ഞ് മുറിവുണ്ടാക്കിയാലും അത് പ്രശ്നമാണ്. അത് നമുക്ക് കണ്ടിട്ടില്ലേ, മറ്റ് മതക്കാർ അവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കി ദൈവ പ്രീതി വരുത്തുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളെ മുട്ടയിലഴിഞ്ഞ് മുറിവുണ്ടാക്കുന്നതും. ഇവയിലൊന്നുമല്ല രക്ഷയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ, യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ നിങ്ങളുടെ മക്കളിൽ വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. തീത്തോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. തീത്തോസിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം, ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. അതെ. പിന്നെയോ, ഇവിടെ നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചോ. നീതിയുടെ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല, മറിച്ച് പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം ഒന്നും കൂടെ വായിച്ചോളുക. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. കാരുണ്യം വെളിപ്പെട്ടപ്പോൾ രക്ഷ നൽകി. ആ രക്ഷ എങ്ങനെയാണ് കുടുംബത്തിലേക്ക് വന്നത്? നമ്മുടെ നീതിയുടെ പ്രവൃത്തിയാലല്ല, മറിച്ച് എങ്ങനെയാണ്? അവിടുത്തെ കാരുണ്യത്താലാണ്. നമ്മൾ ഒരു നീതിയുടെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട നമ്മൾ. പിന്നെ ഏതായത് നമ്മൾ ദരിദ്രരെ ചിലവർ പറഞ്ഞു, എനിക്ക് രോഗശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ദരിദ്രരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് രോഗശാന്തി കിട്ടാൻ. അപ്പോൾ നമ്മൾ പണം കൊടുത്താണ് രോഗശാന്തി വാങ്ങിക്കുന്നത്. അതും തെറ്റാണ്. അപ്പോൾ തീർത്ഥാടനത്തിന് പോയി മുട്ടയിലഴിയുക, ഇതൊന്നും വേണ്ട. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഹല്ലേലൂയ. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അവിടുത്തെ കരുണ നിങ്ങളുടെ മേൽ ഇറങ്ങണം. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രവൃത്തിയും ദൈവം നോക്കത്തില്ല. ഇത് വ്യക്തമായി ബൈബിൾ പറയുക, അപ്പോസ്തലിക ഉപദേശം പറയാണ്. ഒരു പ്രവൃത്തിയാലല്ല, മറിച്ച് എങ്ങനെയാണ്? അവിടുത്തെ കരുണയാലാണ് രക്ഷ കടന്നു വരുന്നത്. അപ്പോൾ അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ തലകൾ വണങ്ങണം, ഇറങ്ങി വരും രക്ഷ. ഹല്ലേലൂയ. ഈ കരുണയുടെ ഏറ്റവും പ്രധാനമാണ് നിങ്ങൾ വിശ്വാസിയായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സങ്കടത്തിൽ, ഈ കുട്ടികൾ നശിച്ചു പോയതിൻ്റെ സങ്കടത്തിൽ, ഈ ബലഹീനതയിൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആഹാരം പോലും കഴിക്കാൻ തോന്നാത്ത നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങളെ രക്ഷിക്കുന്നത് കൃപയാണ് രക്ഷിക്കുന്നത്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12-ാം അധ്യായത്തിൽ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ സങ്കടങ്ങളിൽ, മരണകരമായ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തിയേറിയ കൃപയായിരിക്കണം. ഹല്ലേലൂയ. മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ, മക്കളുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ, മക്കൾ വേദനയിൽ കരയുന്നത് കാണുമ്പോൾ തളർന്നു പോകരുത് മാതാപിതാക്കൾ. അവിടെ നിങ്ങൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ബോഡിയിൽ ശക്തിയായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വാസം സ്വീകരിക്കണം. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവിടുത്തെ കൃപ എൻ്റെ മേലുണ്ട്. ആ കൃപ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ മക്കൾക്ക് രക്ഷ നൽകും. കൃപയിലേക്ക് നിങ്ങൾ വരാനായിട്ട് ശ്രദ്ധിക്കണം. വായിച്ചുകൊള്ളുക. 2 കൊരിന്തോസ് 12:9-10. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. നിനക്കെൻ്റെ ബലഹീനനായിരിക്കുമ്പോൾ അവിടുന്ന് എന്നോട് അരുൾ ചെയ്യുവാണ്, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ബലഹീനതയിലാണ് ഈ ശക്തി കയറി, അതായത് യേശുവിൻ്റെ പ്രവൃത്തി
മാതാപിതാക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയിലൂടെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയുണ്ടല്ലോ, നിങ്ങളിപ്പോൾ കരയുന്ന ഈ കരച്ചിലുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ കൃപ എന്താണെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. മരിക്കുന്നത് വരെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിൻ്റെ ശക്തി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സാത്താനാൽ നയിക്കപ്പെടുന്ന, സാത്താൻ അധംപതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളെ പിടിപ്പിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? കാൽവരിയിലെ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിലാണ് രക്ഷ. ആ രക്ഷ എൻ്റെ ശരീരത്തിൽ കടന്നു വരാൻ ദൈവം കരുണ വർഷിക്കുന്നു. ദൈവം കരുണ വർഷിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വരട്ടെ. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വരട്ടെ. ദൈവത്തിൻ്റെ കരുണ, കാരുണ്യം എൻ്റെ ശരീരത്തിൻ്റെ മേൽ പൊതിയട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം പൊതിയട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ബലഹീനതയിൽ അവിടുന്ന് ഇറങ്ങി വരണമേ. അവിടുന്ന് ഇറങ്ങി വരണമേ. എൻ്റെ ബലഹീനതയിൽ ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ. കരുണയ്ക്കായി ഞാൻ യാചിക്കുന്നു. കരുണയ്ക്കായി ഞാൻ തലകൾ വണങ്ങുന്നു. അവിടുത്തെ കരുണ എൻ്റെ മേൽ ഇറങ്ങട്ടെ. കൃപ ശക്തിയായി എൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, 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 പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ആത്മാവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ ശക്തിയായി ഇറങ്ങി വരുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പാൻ അവിടുന്ന് ഇറങ്ങി വരുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരുടെ കണ്ണുനീരൊപ്പാൻ, മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പാൻ ദൈവത്തിന്റെ കൃപ കുടുംബത്തിന്റെ മേൽ ഇറങ്ങട്ടെ. ആകാശം തുറക്കപ്പെടട്ടെ. ആരാധിക്കുന്നവരുടെ മേൽ, സ്തുതിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഈ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവേ കുടുംബത്തിന്റെ മേൽ കൃപയായി ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ. ഇറങ്ങി വരണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കുടുംബം എത്ര അതിക്രമത്തിൽ ആയാലും, എത്ര താന്ന് പൊയ്ക്കൊണ്ടിരുന്നാലും ശരി, ഒരു വചനം നമുക്ക് വായിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:20-21. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഭയങ്കര അതിക്രമത്തിലേക്ക് കുടുംബം പോകുക. ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ താന്നു പോയാലും ഈ വചനത്താൽ നമുക്ക് വായിക്കാം. റോമർ 5:20-21. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ കൃപ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ അതിക്രമങ്ങൾ, മോനും ഉണ്ട് മോളും ഉണ്ട്, രണ്ടും പോയി. രണ്ടും അതിക്രമത്തിൽ ജീവിക്കുവാണെന്ന് മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുവാണെങ്കിൽ പേടിക്കണ്ട. അതിനേക്കാൾ ശക്തമായ രീതിയിൽ കൃപ നിങ്ങളിൽ വർക്ക് ചെയ്യും. ആ പാവത്തെ അടിച്ച് തകർക്കുന്ന തരത്തിൽ കൃപ വർക്ക് ചെയ്യും. നിന്റെ മകളെ, നിന്റെ മകനെ തകർക്കാൻ നോക്കുന്ന പാപശക്തിയെ, അതിനെ കീഴടക്കാൻ കൃപയ്ക്ക് കഴിവുണ്ട്. അത് വിശ്വസിക്കണം. നിന്റെ മകളെ, നിന്റെ മകനെ തകർത്തോണ്ട് പോകാൻ, നശിപ്പിക്കാൻ പിശാച് പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, അതിന്റെ മേൽ കൊത്തിജ്വലിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് കൃപ ഇറങ്ങി വരുന്നുണ്ട്. അതിനെ ജയിക്കാൻ കൃപയ്ക്ക് സാധിക്കും. കൃപയ്ക്ക് സാധിക്കും. കൃപയ്ക്ക് സാധിക്കും. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ അത്ഭുതമാ.
വിശ്വസിച്ചാൽ അത്ഭുതമാ. രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുക. ഞാനിത് വിശ്വസിക്കുന്നു. പാപം വർദ്ധിക്കുന്ന കുടുംബത്തിൽ കൃപ അതിനേക്കാൾ ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കുക, ഇത് വിശ്വസിക്കുക, 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 വിശ്വസിക്കുക. സ്തുതിച്ചുകൊണ്ട് വിശ്വസിക്കുക. കർത്താവിന്റെ കൃപ പാപത്തിന്റെ കെട്ടിനെ തകർക്കും. നിങ്ങൾ ചിന്തിക്കുവാണ് ഈ കൃപ എങ്ങനെ പ്രാപിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുവാണല്ലേ. കൃപ എങ്ങനെ പ്രാപിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. എങ്ങനെ പ്രാപിക്കും, എങ്ങനെ പ്രാപിക്കും, കൃപ എങ്ങനെ പ്രാപിക്കും? ഈ കൃപ പാപത്തെ തകർക്കുമല്ലോ, ഇതെങ്ങനെ പ്രാപിക്കും? ഒരൊറ്റ വചനത്തിൽ അപ്പോസ്തലന്മാർ ഇത് പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യസ് 2:8-9 അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പുറകെ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യസ് 2:8-9 വായിക്കാം നമുക്ക്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതായത് വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുമ്പോഴാണ് വിശ്വാസം, ഈ കൃപയാണ് വിശ്വാസം തരുന്നത്. കൃപ തരുന്ന വിശ്വാസത്തിൽ നിങ്ങൾ വർദ്ധിച്ചെടുത്താൽ കൃപ കയറി ശക്തമാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. കൃപ മുഖാന്തരമാണ് നിങ്ങൾ വിശ്വാസിയായത്. പക്ഷേ വിശ്വാസിയായ നിങ്ങൾ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാൽ, അതിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും മാറാതെ സ്ട്രോങ്ങായി നിന്നാൽ കൃപ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കൃപയെ പ്രവർത്തിപ്പിക്കുന്നത്, കൃപ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഒരു വിശ്വാസിയുടെ കുടുംബത്തിലാണ്. നിൻ്റെ വിശ്വാസം ശക്തിപ്പെടുന്ന കണക്കാണ് കൃപ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അത് നമ്മൾ ഒരു പ്രവൃത്തിയും അതിനുവേണ്ടി ചെയ്യേണ്ടതില്ല. അത് അഹങ്കരിക്കാൻ, ഞാൻ ഇത്രമാത്രം പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് എൻ്റെ മക്കൾ തിരിച്ചു വന്ന്, ഇതൊന്നും നിങ്ങൾ പറയരുത്. മറിച്ച് യേശു ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ചെയ്തോളും. യേശു ക്രിസ്തു, നീ ഒന്നും ചെയ്യണ്ട. നീ ആകെ ചെയ്യേണ്ടത് വിശ്വാസിയായി ശക്തിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കാണിച്ചാൽ മതി. ഉഗ്രം വിശ്വാസിയായി നിലനിൽക്കണം. ആരാലും കുലുക്കാൻ പറ്റാത്ത വിധത്തിൽ ഉഗ്രം വിശ്വാസിയായി നിലനിന്നാൽ, ഹല്ലേലൂയ, നീ പ്രവർത്തിക്കണ്ട, യേശു പ്രവർത്തിക്കും. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന് വിടുതൽ തരും. അപ്പോൾ നിങ്ങൾ ഈ കൃപയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ കൃപ നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ടെന്ന് പറയുന്നത് നിങ്ങളായിട്ടൊന്നും ചെയ്യരുത്. പക്ഷെ കൃപ നിങ്ങളോട് പ്രവർത്തിക്കാൻ പറയും. കൃപ നിങ്ങളോട് പ്രവർത്തിക്കാൻ പറയും. 1 കൊരിന്ത്യർ 15:10 നിങ്ങൾ വായിച്ചാൽ മതി. കൃപ നിങ്ങളോട് പ്രവർത്തിക്കാൻ പറയും. ആ കൃപയുടെ പ്രേരണയാൽ നിങ്ങൾ പ്രവർത്തിക്കും. 1 കൊരിന്ത്യർ 15:10 വാക്യം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാനിപ്പോൾ അപ്പോസ്തലനായിരിക്കുന്നത് ദൈവകൃപയാലാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഭക്തനായിരിക്കുന്നത് ദൈവകൃപയാലാണ്. അടുത്തത്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ഫലം എൻ്റെ കുടുംബത്തിൽ അല്ലെ എൻ്റെ സഭയ്ക്കകത്ത് നൽകാതെ പോയിട്ടില്ല. എൻ്റെ മേൽ ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഫലം നൽകിയിട്ടേ അത് മാറിയിട്ടുള്ളൂ. ഇനി അടുത്തത് വായിക്കുമ്പോൾ, നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. ഭയങ്കരമായിട്ട് ഞാൻ പ്രവർത്തി ചെയ്തു ഞാൻ. അടുത്തത് എന്താണ്? എന്നാൽ ഞാനല്ല, എന്നിലുള്ള എന്നാൽ ആ പ്രവർത്തി ചെയ്തത് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ, എന്നിലുള്ള കൃപയാണ് പ്രവർത്തി ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തി ചെയ്യാതിരുന്നില്ല, ഞാൻ അനങ്ങായിരുന്നില്ല. ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല, എന്നിലുള്ള കൃപ മുഖാന്തരമാണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. മറിച്ച് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടല്ല എടുക്കുന്നത്. കൃപയുടെ പ്രേരണയാൽ നിത്യജീവനിലേക്ക് ഞാൻ അടുക്കുന്നതിൻ്റെ ഒരു ആത്മസന്തോഷമാണ് ഉപവാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി വിലക്കപ്പെട്ട കാര്യങ്ങളൊന്നും ബാക്കി ചെയ്യരുത്.
ബാക്കിയെല്ലാം യേശുക്രിസ്തുവാണ് മുട്ടയിലഴിഞ്ഞത്. യേശുക്രിസ്തു ഉടമ്പടി ഉറപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന് അപ്പുറമായി നമ്മൾ ഒന്നും ചെയ്യാൻ പോകരുത്. യേശുക്രിസ്തു ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഈ കൃപ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുവാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ കൃപയുടെ പ്രേരണയാൽ ഹല്ലേലൂയ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. സാത്താനെ ഇത് നിങ്ങൾ ചെയ്യണം. സാത്താനെ, കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയെ, ജന്മന ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കയറിയ പൈശാചിക കെട്ടെ, സമൂഹം വഴിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കയറിയ പിശാചിൻ്റെ തന്ത്രമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നതിനാൽ, ഞങ്ങൾ മിനിസ്ട്രിയിൽ ഉള്ളതിനാൽ, ഞങ്ങൾ കൂട്ടായ്മയിൽ പങ്കാളികളായതിനാൽ ഞങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, പുറത്തു പോകാൻ കൽപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് പതുക്കെ താഴോട്ട് പോകാൻ തുടങ്ങാം. കൃപ നിങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക. കൃപ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇന്ന് മുതൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുക. കൃപ പ്രാപിച്ചവരെല്ലാം എന്തിനു തയ്യാറാകണം? യുദ്ധം, ആത്മീയ യുദ്ധമാണ്. പിശാചിനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ന് നിങ്ങൾ തയ്യാറായാൽ, ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിയാൽ, ഹല്ലേലൂയ, എന്താണ് ചെയ്യേണ്ടത്? സാത്താനെ ബഹിഷ്കരിക്കണം നിങ്ങൾ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുക്രിസ്തു പിശാചിനെ ബഹിഷ്കരിക്കുന്ന വചനഭാഗം വായിക്കണം, വായിച്ച് സ്തുതിക്കണം. വീടുകളിൽ സ്തുതിച്ചതിന് ശേഷം നിങ്ങളുടെ മകനെയോ മകളെയോ കൺട്രോൾ ചെയ്യുന്ന ഈവിൾ സ്പിരിറ്റിനെ ബഹിഷ്കരിക്കണം. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരെ നശിപ്പിക്കാൻ നോക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വാളിറങ്ങും. വിശ്വസിക്കുന്നോ? നിങ്ങളിത് വിശ്വസിക്കുന്നോ? നിങ്ങൾ ഇത് ദൈവം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അങ്ങനെങ്കിൽ ഒരു യുദ്ധം നിങ്ങൾക്കുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനെതിരെ പോരാടുന്ന പിശാചിനെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച്, ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തകർക്കുന്ന, നിങ്ങളുടെ ആത്മീയ ജീവിതം തകർക്കുന്ന എല്ലാ സ്പിരിറ്റിനെതിരെയും ശക്തി ഇറങ്ങട്ടെ. നിങ്ങളുടെ കൃപ നിങ്ങളുടെ മേൽ വർദ്ധിക്കട്ടെ. കൃപ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ വർദ്ധിക്കട്ടെ. കൃപ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആരാധിക്കുന്ന വ്യക്തിയുടെ മേൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തി, കൃപ ആകാശം തുറന്ന് നിന്റെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങട്ടെ. നിന്റെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ കൃപ വ്യാപരിക്കട്ടെ. ദൈവം അതിനായി നിന്നെ സ്നേഹിക്കട്ടെ. ദൈവം അതിനായി നിന്നെ സ്നേഹിക്കട്ടെ. ദൈവം അതിനായി നിന്നെ സ്നേഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം നീ അനുഭവിക്കട്ടെ. ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാം, ശബ്ദമുയർത്തി സ്തുതിക്കാം. കരഘോഷത്തോടെ സ്തുതിച്ച്, കൈകളടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി എല്ലാവരും കൈകളടിച്ച ആത്മാവിൽ ആരാധിക്കുക. ഉണർവോടെ ആരാധിക്കുക. ഉണർവോടെ, ശക്തിയോടെ ആരാധിക്കുക. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈ സമയം ഏറ്റവും വലിയ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ സന്നിധിയിലേക്ക്
സമർപ്പിക്കുന്നു. അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കണമേ. അവിടുന്ന് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമേ. യേശുവേ, ഞങ്ങളുടെ കുട്ടികളെ സമർപ്പിക്കുന്നു. അത്ഭുതങ്ങള്, അടയാളങ്ങള് ഞങ്ങളുടെ കുട്ടികളുടെ മേൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവേ, അത്ഭുതങ്ങള്, അടയാളങ്ങള് അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊട്ടനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് സ്തുതിക്കാം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശുവിൻ്റെ കാൽവരി മലയെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്നു മുതൽ സുവിശേഷത്തിനായി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുള്ള ഒരു ജീവിതമാക്കി എൻ്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ മാറ്റാൻ ഞാൻ തയ്യാറാകുന്നു.